ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ഗ്രാഫ് ഓഫ് ഓമിക് കണ്ടക്ടേഴ്സ് എന്നുള്ളതായിരുന്നു. അതായത് ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ഏതൊക്കെ കണ്ടക്ടേഴ്സ് ആണോ ഓംസ് ലോ ഒബേ ചെയ്യുന്നത് അവരെ നമ്മൾ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. ഇനി അങ്ങനെയല്ല അവർ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവരെ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം കേട്ടോ. ശരി, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ സിമ്പിൾ കുറച്ച് ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. സോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നിവിടെ സോൾവ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ശരി, നമുക്ക് നോക്കാം. ഹൗ മെനി ഇലക്ട്രോൺസ് പാസ് ത്രൂ എ ബൾബ് ഇൻ 1 minute ഇഫ് ദ കറന്റ് ഇസ് 400 milliampere? ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് നിങ്ങൾ ആദ്യം തന്നെ എഴുതി വെക്കണം. നിങ്ങൾക്ക് ഇപ്പം ഇതിപ്പോൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇപ്പം എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അത് അവിടെ സൈഡിൽ എഴുതി വെക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെ എഴുതേണ്ടതെന്ന്. ഇപ്പം നിങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ട് അല്ലെ, എത്ര? 1 minute എന്നുള്ളതാണ്. മിനിറ്റ് എന്ന് പറയുന്നത് അതിന്റെ SI യൂണിറ്റ് ആണോ? ടൈമിന്റെ SI യൂണിറ്റ് എന്താടാ? നിങ്ങൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നിങ്ങളെ +1 ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത് അതൊക്കെ ഫണ്ടമെന്റൽസ് ആണ്. ഓക്കെ, ആ ഫണ്ടമെന്റൽ അല്ല, അതായത് ഫിസിക്സിന്റെ ബേസിക്സ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, പക്ഷെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ടൈം. അവിടെ നിങ്ങൾ യൂണിറ്റ് പഠിക്കുന്നുണ്ട് ടൈമിൻ്റെത്, ആൻഡ് അത് സെക്കൻഡ് ആണ്. അപ്പം 1 minute എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണെന്നോ ഇവിടെ എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് 60 seconds ആണ്. അതവിടെ കൺവേർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് പിന്നെ തന്നിട്ടുള്ളത് കറണ്ട് ആണ്. കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് I വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 400 milliampere ആണ് വരുന്നത്. അത് നമുക്ക് ആദ്യം ഇവിടെ എഴുതാം. ആൻഡ് മില്ലി എന്ന് പറയുന്നത് 10⁻³ ആണ്. ഈ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു കൺവേർഷൻ മില്ലി, മൈക്രോ, ആങ്സ്ട്രം, പൈക്കോ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ മില്ലി ആണ് വന്നിരിക്കുന്നത്. സോ 400 × 10⁻³ ആംപിയർ ആണത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഇലക്ട്രോൺസ് എന്നാണ്. എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓൾറൈറ്റ്, അപ്പൊ നമ്മളുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഐന്റെ കറണ്ടിന്റെ ഇക്വേഷൻ Q/T അല്ലേ? കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? I = Q/T. അങ്ങനെയാണെങ്കിൽ Qനെ നമുക്ക് NE എന്ന് എഴുതാം /T. ഫൈൻ. അപ്പോ നിങ്ങളുടെ N ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതിന്ന് Nന്റെ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തെടുത്തേടാ. N എന്താണ് ഇതിലാവുക? N = I × T അല്ലേ? /E അല്ലേ? കാരണം I = NE/T എന്നാണ് നമ്മൾ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ N കാണണമെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങോട്ട് ചെയ്യാ, ഈ ഇവിടേക്ക് വരും. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ എന്താ ഇങ്ങനെ കിട്ടി. കറക്റ്റ് അല്ലേ? നമുക്ക് ഇനി അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഐന്റെ ഇക്വേഷൻ, ഐന്റെ വാല്യൂ എത്രയാടാ? 400 അല്ലേ? 400 × 10⁻³ അല്ലേ? ശരി, ടൈം 60 seconds അല്ലേ? അപ്പൊ ×60 ഡിവൈഡഡ് ബൈ ഈ എന്താടാ? 1.6 × 10⁻⁻19 ആണ്. ഓക്കെ, ഇത് നിങ്ങൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് വരുമ്പോൾ ഏകദേശം 1.5 × 10⁻20 ആ ഒരു റേഞ്ചിലാണ് കിട്ടുക. കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഓക്കെ, ഫൈൻ. കാൽക്കുലേറ്റർ ഇട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചാർജ് ത്രൂ എ ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ ഇസ് ഗിവൺ ബൈ, അതായത് Q = 2T² 2T² എന്നുള്ളതാണ് 2T² അല്ലെ? അപ്പൊ അതായത് 2T² + 5T. ഇതാണ് നിങ്ങളുടെ തന്നിരിക്കുന്ന Q എന്ന് പറയുന്നത്. ഫൈൻഡ് ദ കറന്റ് ത്രൂ ദ കണ്ടക്ടർ അറ്റ് ദ ഇൻസ്റ്റന്റ്. ഓക്കെ, ഇൻസ്റ്റന്റ് കറന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കറന്റ് അല്ലേ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദാറ്റ് കറന്റിന്റെ ഇക്വേഷൻ എന്താടാ പറഞ്ഞത്? ഐന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? dQ/dt അല്ലെ? ആ കറന്റിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? dQ/dt. അങ്ങനെയാണെങ്കിൽ dQ എന്താണ് ഇതില്? IDT അല്ലേ? കറക്റ്റ്, ഫൈൻ. ഫൈൻഡ് ദ കറന്റ് ത്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഓക്കെ, ഇവിടെ നമുക്ക് dQന്റെ ആവശ്യമില്ല, കാരണം ചാർജ് അല്ല തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷന്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതാ കറന്റ് തന്നെയാണ് വേണ്ടത്. ശരി, ഇതിനകത്ത് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? dQ/dt എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പം കിട്ടുന്നതാണ് നിങ്ങളുടെ കറന്റ്. ഓക്കെ, നമുക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, കാരണം കറന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈൻ, അപ്പോ ഒന്ന് ചെയ്തേടാ, നിങ്ങൾ ചെയ്തേ. ഇതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ. ഇത് 4T നാവും
ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഇത് dq/dt ആണ് കേട്ടോ ഞാൻ എഴുതുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂ 4t+5 ആവും. റൈറ്റ്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കറണ്ട് കണ്ടുപിടിക്കണം. ഇത് dq/dt ആണ്, ഇതാണ് കറണ്ടിന്റെ ഇക്വേഷൻ. പക്ഷെ നിങ്ങൾ കറക്റ്റ് വാല്യൂ വേണം നമുക്ക്. ദാറ്റ് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് t = 2 seconds. ഒന്നുമില്ല, ഈ t എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 4 × 2 + 5, 8 + 5, that is 13 ആംപിയർ. ഓക്കെ, കറക്റ്റ് അല്ലേ? അപ്പം യൂണിറ്റ് ചെയ്താൽ മറക്കരുത്. ഓക്കെ, ഫൈൻ. ആൻഡ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെന്താണ് A ക്യാപിറ്റൽ എഴുതിയെന്ന്. സി, നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ പേര് എഴുതുമ്പം കംപ്ലീറ്റ് ആയിട്ട് ആംപിയറിന് എഴുതുമ്പോൾ ഒരിക്കലും ഇങ്ങനെ എഴുതരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. യൂണിറ്റ്. ഓക്കെ, പക്ഷെ നമ്മൾ അല്ലാത്ത സാഹചര്യത്തിൽ, അതായത് വെറും A എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും സ്മോൾ a എന്ന് എഴുതില്ല. നിങ്ങളോട് ആംപിയർ എഴുതുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എഴുതണമെന്ന്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്കറിയാം ന്യൂട്ടൺ എന്നുള്ള നമ്മൾ ആ സയൻസ് ഫിസിസിസ്റ്റിന്റെ പേര് മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് യൂസ് ചെയ്യുക. അപ്പം ഇത് ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ A ആണ് ഞാൻ കൊടുത്തത്. അതിലൊരു കൺഫ്യൂഷൻ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ന്യൂട്ടന്റെ പേര്, അദ്ദേഹത്തിന്റെ പേരാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ എഴുതും. അതല്ല, അദ്ദേഹത്തിന്റെ ഫോഴ്സിന്റെ യൂണിറ്റ് ഒരു 15 ന്യൂട്ടൺ ആണ്, ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ തന്നെയാണ് കൊടുക്കുക. പക്ഷേ നിങ്ങൾ അവിടെ യൂണിറ്റ് 15, ഇപ്പൊ ന്യൂട്ടൺ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് റോങ് ആണ്. അന്നേരം നിങ്ങൾ എഴുതേണ്ടത് 15 ഇങ്ങനെയാണ്. പക്ഷെ ആരും ഇങ്ങനെ എഴുതാറില്ല. നമ്മൾ ജസ്റ്റ് ഒരു ക്യാപിറ്റൽ N ആണ് കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ ഈ ക്യാപിറ്റൽ A എങ്ങനെ വന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമ്മൾ ഒരിക്കലും സ്മോൾ ആംപിയർ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് A ഒരു ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും സ്മോൾ ആയിട്ട് എഴുതില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The current in a wire varies with time according to the relation. Okay, ഇവിടെ നിങ്ങൾക്ക് കറണ്ട് ആണ് തന്നിരിക്കുന്നത്. എഴുതിക്കോ, 3 + 2t. കറക്റ്റ് അല്ലേ? How many coulombs of charge pass through a cross section of the wire in the time interval between. Okay, ഒരു ഇന്റർവൽ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ആവശ്യമാണ്. അതായത് I = dq/dt ആണ് നമുക്ക് വേണ്ടത് അല്ലെ? ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചാർജസ് ആണ്. നേരത്തെ കറണ്ട് ആയിരുന്നു ചോദിച്ചുകൊണ്ട് നമുക്ക് നേരെ ഡിറൈവ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഈ ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ dq എന്താടാ? ഈ ഇക്വേഷന് dq എഴുതിക്കേ, I/dt അല്ലേ? പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് dq ആണോ? ചേഞ്ച് ഇൻ ചാർജോ അല്ലെങ്കിൽ ആ ഒരു സ്മോൾ ചാർജ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? അല്ല, നിങ്ങൾക്ക് വേണ്ട അവിടുത്തെ ടോട്ടൽ ചാർജ്, എത്ര ചാർജ് അതിലൂടെ ഫ്ലോ ചെയ്തു, t = 0 മുതൽ t = 4 seconds ആവുന്നത് വരെ എത്ര ചാർജ് അതിലൂടെ പാസ് ചെയ്തു എന്നാണ് വേണ്ടത്. ഇവിടെ ഹൗ മെനി ചാർജ് കൂളംസ് ഓഫ് ചാർജ് എന്നാണ് കേട്ടോ. അതല്ലാതെ എന്താ പറയുക, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ല ചോദിച്ചത്. എന്നല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ചാർജ് തന്നെയാണ്. അത് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? Q ആണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് Q കിട്ടണമെങ്കിൽ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത് എന്നുള്ളത് അല്ലെ? ശരി. അപ്പം dq എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താല് I/dt എന്ന് വരും. ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇത് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് സാരം. ഓക്കെ, 3 + 2d ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തേടാ. കാണുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, 3 + 2d 2t സോറി d അല്ല t. 3 + 2t ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തേ. എന്താ വരിക? 3t + 2t² / 2. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ 2 ഉം 2 ക്യാൻസൽ ചെയ്യാം അല്ലെ? അപ്പൊ ബാക്കി എന്ത് വന്നു? 3t + t² എന്ന് വന്നു. ഇതില് ഇന്റഗ്രേഷൻ വരുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? 0 to 4 വരെയാണ് ഇന്റഗ്രേഷൻ വരുന്നത്. 0 to 4 വരെയാണ്. അപ്പൊ യൂഷ്വലി നമ്മൾ ഇതൊക്കെ നിങ്ങളുടെ മാത്സ് ആണ്. 0 to 4 വരെ നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, ചെയ്തേ. 3 × 4 എന്ന് വരും. 3 × 4 + 4² എന്ന് വരും. പിന്നെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ -0 എന്നാണ് വരിക അല്ലെ? ആ പാർട്ട് ആവശ്യമില്ല, കാരണം അത് ഫുൾ 0 ആയിപ്പോയി. അപ്പൊ നമ്മളിത് ചെയ്യുമ്പം 12 + 16 വന്നാല് എത്രയാടാ? 28 കൂളം അല്ലെ? 28 കൂളം എന്നാണ് വരിക. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ ഇതുവരെ ചെയ്തതിൽ എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത്? I = dq/dt. ഈ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. I = dq/dt എന്നുള്ളത്
നമ്മൾ ഡി ക്യൂ ചെയ്തു, അപ്പൊ ഐ ഡി ടി കിട്ടി. ടോട്ടൽ എത്ര അവിടെ ചാർജ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, ഇനി കറണ്ട് ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ജസ്റ്റ് ക്യൂവിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നത് ഡിറൈവ് ചെയ്താൽ മതി അല്ലെ. പിന്നെ അതിന്റെ മുന്നേ നമ്മൾ യൂസ് ചെയ്തത് ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്നുള്ള ഇക്വേഷനിൽ എൻ ഇ ബൈ ടി ആക്കി. എന്നിട്ട് നമ്മൾ അതിനകത്ത് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്, സോറി എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ല, ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എൻ കിട്ടി. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇത് ഏറ്റവും വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്ററിൽ പഠിച്ച ഒരേ ഇക്വേഷൻ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടുന്നു, അത്രേ ഉള്ളൂ അല്ലെ. ഡിറൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഉള്ളത് കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഈ പോയിന്റ് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. ഡി ക്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്ഷെ അതിൻ്റെ അകത്ത് ക്യൂ ആണ് വേണ്ടതെങ്കിൽ ഒന്നുമില്ല, ഈ ഡി ക്യൂ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഡി ക്യൂന്റെ ഇക്വേഷൻ ഐ ഡി ടി ആണ്. അപ്പൊ അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്യൂ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോവാം. സോറി, ഇത് തന്നെയാണല്ലോ അല്ലേ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻസ് ഒന്നും കൂടെ പറഞ്ഞതാണെന്നല്ലോ അല്ലേ. നോക്കാം. ആൻ ഇലക്ട്രോൺ ബീം ഹാസ് an aperture of 2 millimeter സ്ക്വയർ അല്ലേ. അതായത് ഇതൊരു ഏരിയ അല്ലേടാ. എടാ, മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയയുടെ യൂണിറ്റ് ആണ്. അല്ല, മീറ്റർ സ്ക്വയർ എന്നുള്ളത് ഏരിയയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. ഇനിയിപ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ വന്നാലും അത് ഏരിയയുടെ യൂണിറ്റ് ആണ്, പക്ഷെ SI യൂണിറ്റ് അല്ല എന്ന് മാത്രം. ശരി, മീറ്റർ സ്ക്വയർ. അപ്പം ഇത് ഇവിടുത്തെ എന്താണെന്നാ പറഞ്ഞത്, ഏരിയ ആണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഏരിയ ആണ്, പക്ഷെ തന്നിരിക്കുന്നത് മില്ലിമീറ്ററിലാണ്. മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ്. ഇവിടെ ഒരു ചെറിയ കൺവേർഷന്റെ കാര്യമുണ്ട്. ഇത് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന് മുന്നേ അറിയെങ്കിൽ അതെ ഏറ്റവും നല്ല കാര്യം. ഇല്ല എങ്കിൽ നിങ്ങൾ ഇതോടെ ഈ ക്ലാസ് കാണുന്നതോടെ മനസ്സിലാക്കണം. ഓക്കെ, എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ടോട്ടൽ ഓഫ് 7 × 10⁻16 ഇലക്ട്രോൺസ് നമ്പർ അല്ലേടാ. ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ n ആണത്. n is equal to 7 × 10⁻16 electrons flow through any perpendicular cross section. Right? Calculate the current density in the electron beam. Current density എന്താടാ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു മൈക്രോസ്കോപ്പിക് വാല്യൂ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ അതിന്റെ എന്താണ് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, കറന്റ് പെർ ഏരിയ അല്ലെ. നമ്മൾ I/A എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. I/A ഇതാണ് ആക്ച്വലി എന്ത് കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ശരി, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. കറന്റ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. നിങ്ങളുടെ കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ശരി, I/A ഫൈൻ. എന്താണ് കറന്റ് ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഐന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താടാ, Q/T ആണ് അല്ലെ. നിങ്ങൾക്ക് ടി കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, ആകെ ഇത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മാത്രമാണ് തന്നിരിക്കുന്നത് അല്ലെ. നോക്കാം. എടാ, പക്ഷെ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ക്രോസ് സെക്ഷൻ പെർ സെക്കൻഡ് എന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ പെർ സെക്കൻഡ് എന്നുള്ള കാര്യം അവിടെ വിട്ടുപോയതാണ്. ശരി, അപ്പൊ ടൈം നിങ്ങൾക്ക് കിട്ടി. പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാല് ഓരോ സെക്കൻഡിലും എന്നാണ്. അപ്പൊ ടൈം എന്താണ്, 1 ആണ്. ഓക്കെ, അപ്പം ഓരോ സെക്കൻഡിലും ഇത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, എന്ന് തന്നിട്ടുണ്ട്. ഈ നമുക്കറിയാം 1.6 × 10⁻19 ആസ് യൂഷ്വൽ. അപ്പൊ നമുക്കത് NE/T എന്താടാ, T ഇവിടെ എന്താണ് 1 ആണ്. സോ 1 എന്നിട്ടു. അപ്പൊ n എന്ത് വന്നു, 7 × 10⁻16. Okay, 7 × 10⁻16 into 1.6 × 10⁻−19. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വന്നു, 7 × 1.6 × 10⁻−3 വന്നില്ലേ. ഇതാണ് ഇതിന്റെ വാല്യൂ. ശരി, പക്ഷെ ഇതെന്തിന്റെ വാല്യൂ ആടാ, NE-യുടെ വാല്യൂ ആണ് അല്ലെ. ഓക്കെ, ഇവിടെ നമ്മൾ I/A എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളിത് കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. കറന്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു കറന്റ് ബൈ ഏരിയ എന്നുള്ളത്. ഇത് കറന്റിന്റെ ഇക്വേഷൻ ആണ്. I ആണ് Q/T. നേരത്തെ അങ്ങ് ഈക്വൽ ടു ഇട്ട് പോയതാണ്. കറന്റിന്റെ ഇക്വേഷൻ ആണ് Q/T. അത് NE/1, കാരണം അത് പെർ സെക്കൻഡ് ആയതുകൊണ്ട്. അപ്പൊ അതിങ്ങനെ വന്നു. അപ്പൊ നിങ്ങൾക്ക് കറന്റ് ആക്ച്വലി ഇത് കിട്ടി. കറന്റ് ആണ് ഇത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. J is equal to കറന്റ് എന്താടാ, 1.6 × 7 × 1.6 × 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്നുള്ളത് എന്തായിരിക്കും വരിക, 2 millimeter സ്ക്വയർ ആണ്. അപ്പൊ യൂഷ്വലി മില്ലി എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, മില്ലി ഉള്ളത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, × 10⁻³ എന്നാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, കാരണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ.
പറയട്ടെ, നിങ്ങളോടിപ്പം ഇതിപ്പോ നിങ്ങളടുത്ത് മില്ലി ആണെങ്കിൽ, ഇപ്പൊ മില്ലിമീറ്റർ ആണെങ്കിൽ, ഓക്കെ, ഒരു 1 മില്ലിമീറ്റർ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. 1 മില്ലിമീറ്റർ ആണെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന വെച്ചാൽ 1 × 10⁻³ മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇത് ബേസിക്സ് ആണേ. ഇനി അത് 2 മില്ലിമീറ്റർ ആണെങ്കിലോ 2 × 10⁻³ മീറ്റർ ആയി അല്ലേ. ഇനി അത് 10 മില്ലിമീറ്റർ ആണ് വിചാരിക്കേ, അപ്പൊ അതെന്തായി 10 × 10⁻³ മീറ്റർ ആയി. കറക്റ്റ്. പക്ഷെ ഇവിടെ മില്ലിമീറ്റർ കണ്ടോടാ, സ്ക്വയർ ആണ്, അത് മില്ലി ഏരിയ ആണ് ആൻഡ് അത് മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് കറക്റ്റ് ആണ് കേട്ടോ, ഇത് കറക്റ്റ് ആണ്, ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. പക്ഷെ മില്ലിമീറ്റർ സ്ക്വയർ വരുമ്പം നിങ്ങൾ അവിടെ ഒരു കാര്യം ചെയ്യണം, ഞാൻ പറഞ്ഞുതരാം. 1 മില്ലിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ മില്ലിന്റെ സ്ക്വയർ എടുക്കണം നിങ്ങൾ. അതായത് 1 × 10, നിങ്ങളുടെ മില്ലി എന്താ 10⁻³ അല്ലേ, ഇതിന്റെ സ്ക്വയർ എടുക്കണം നിങ്ങൾ. അപ്പൊ എന്ത് വന്നു 1 × 10⁻, മില്ലിയുടെ മാത്രം കേട്ടോ, നിങ്ങളുടെ ഈ വാല്യൂ 1 എന്നുള്ളത് അതിൽ നിങ്ങൾ ഒരു ചേഞ്ചും വരുത്തുന്നില്ല. ജസ്റ്റ് ഈ മില്ലിയുടേത് 10⁻³ സ്ക്വയർ എടുത്തിട്ട് 10⁻⁻6 മില്ലിമീറ്റർ സ്ക്വയർ ആണ് വരിക. സോറി, മീറ്റർ സ്ക്വയർ, സോറി കേട്ടോ, അത്രയും മീറ്റർ സ്ക്വയർ എന്നാണ് വരിക. മീറ്റർ സ്ക്വയർ, ഇത് എം ആണ് കേട്ടോ, മീറ്റർ സ്ക്വയർ എന്നാണ് വരിക. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ 2 മില്ലിമീറ്റർ സ്ക്വയർ ഒന്ന് എടുത്തേ. അപ്പൊ എങ്ങനെയാ വരിക 2 × ഇത് കൺവേർഷൻ ആണ് കേട്ടോ, നമ്മൾ SI യൂണിറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു, ഏരിയ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. 2 × 10⁻³ മില്ലി ആണല്ലോ, ഈ മില്ലി മാത്രം സ്ക്വയർ ചെയ്യണം. അപ്പൊ എന്ത് വന്നു 2 × 10⁻6 മീറ്റർ സ്ക്വയർ എന്ന് വന്നു. ഇതാണ് നിങ്ങളുടെ ഏരിയ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? 2 × 10⁻6 മീറ്റർ സ്ക്വയർ. അതിന്റെ ഇവിടുത്തെ ഏരിയ അല്ലേ അത്. അപ്പൊ നിങ്ങൾക്ക് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജയിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 7 × 1.6 × 10⁻³ ഡിവൈഡഡ് ബൈ 2 × 10⁻6 ആണ് വരുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇതിന്റെ ഫൈനൽ ആൻസർ ആയിരിക്കും നിങ്ങളുടെ ഇതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം ഇതിപ്പം വോളിയം ആണെങ്കിലോ, അപ്പൊ അവിടെ മീറ്റർ ക്യൂബ് അല്ലേടാ യൂണിറ്റ്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ആൻഡ് ഇലക്ട്രോൺ ബീം ഹാസ് എൻ അപ്പാർച്ചർ എന്നാണ്. അപ്പൊ അവിടെ ഏരിയ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നിട്ടുണ്ട്. എടാ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷനിലൊന്നും ഒരു മാറ്റവും ഇല്ല, ഇവിടെ ജസ്റ്റ് കറന്റ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ അറിയണം. ഓക്കെ ഫൈൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ വോളിയം ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്താടാ, അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താ, മീറ്റർ ക്യൂബ് ആണ്. മീറ്റർ ക്യൂബ് ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അപ്പൊ ഇതുപോലെ നിങ്ങളെടുത്ത് 1 മില്ലിമീറ്റർ ക്യൂബ് ആണ് വരുന്നെങ്കിലോ, വോളിയം ആണ്, വോളിയം ഇസ് ഈക്വൽ ടു 1 മില്ലിമീറ്റർ ക്യൂബ് എന്ന് വന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1 × 10⁻³ മില്ലിമീറ്റർ ആക്കുന്ന കൺവേർഷൻ എന്ന് പറയുന്നത് 10⁻³ ആണ്. പക്ഷെ അത് നിങ്ങൾ ക്യൂബ് കൊണ്ട് ഉണ്ടോ ഇങ്ങനെ ചെയ്യണം. അപ്പൊ അതായത് 1 × 10⁻⁹ മീറ്റർ ക്യൂബ് ആണ് എന്ത് നിങ്ങളുടെ വോളിയം എന്ന് പറയുന്നത്, 1 മില്ലിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കൺവേർഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം എക്സാംസിന് ഇങ്ങനെ കൺവേർഷൻ വരും. കാരണം അത് കുറെ കുട്ടികൾക്കൊന്നും ഇത് ഇനിയിപ്പോൾ അറിയില്ലെങ്കിലോ, അപ്പൊ അവിടെ ഒരു തെറ്റാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അത് ഇനിയിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിലും അവർ പെട്ടെന്ന് ഇങ്ങനെ തന്നോളൂ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ആ കൺവേർഷൻ കിട്ടണം. അപ്പൊ ഒന്നുമില്ല, ഇപ്പൊ അത് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ മൈക്രോ എന്ന് പറയുകയാണെങ്കിൽ 1 മൈക്രോ മീറ്റർ ക്യൂബ് വേണ്ട, സ്ക്വയർ എടുക്കാം നമുക്ക്. ക്യൂബിൽ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ, ക്യൂബിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. ഞാനിപ്പോ സ്ക്വയറിൽ പറയാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ കൺവേർട്ട് ചെയ്യടാ, 1 × 1 ഒരു വാല്യൂ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോ 1 അല്ല വിചാരിക്കേ, ഞാൻ വേറൊരു വാല്യൂ തരാം. ഇനിയിപ്പം 1 തന്നെ ചെയ്തിട്ട് അതിന് യൂസ് ടു ആവണ്ട, ഒരു 25 ആണെന്ന് വിചാരിക്കേ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം, 25 × മൈക്രോ അല്ലേ, മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ്, -6 മീറ്റർ ആണ്, പക്ഷേ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അതങ്ങനെ വരും, അതായത് 25 × 10⁻⁻12. ഈ പവർ എങ്ങനെ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. അതായത് ഇപ്പം 10⁻A × B ആണെങ്കിൽ അത് 10⁻AB ആണ്. ഓക്കെ അല്ലേ?
ഫൈൻ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നിങ്ങൾ സോൾവ് ചെയ്ത സ്ലൈഡാണ്. ഇഫ് എൻ ഇലക്ട്രോൺ റിവോൾവ്സ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് π/2, ഓക്കെ, റേഡിയസ് ആണ് തന്നിരിക്കുന്നത്, π/2 ഏതാ, നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോഴുള്ള π/2 വേണ്ട, നമുക്ക് നമ്മളുടെ പൈ എടുക്കാം, π/2 സെന്റിമീറ്റർ വിത്ത് യൂണിഫോം സ്പീഡ്. ഓക്കെ, v തന്നിട്ടുണ്ട് 6 × 10⁵ അല്ലെ. ഓക്കെ, സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ് അല്ലെ. കണ്ടോ, ഫൈൻഡ് ദി ഇലക്ട്രിക് കറണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം റേഡിയസ് π/2 സെന്റിമീറ്റർ കൺവേർട്ട് ചെയ്തേടാ. അപ്പൊ എന്താ വരിക, π/2 × 10⁻² മീറ്റർ എന്നായി. ശരി, ഇലക്ട്രിക് കറണ്ട് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. R തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്. നിങ്ങൾ റൊട്ടേഷൻ +1 ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. റൊട്ടേഷന്റെ കേസിൽ അവിടെ നമ്മൾ ആംഗുലാർ ആണ് എടുക്കുക അല്ലെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ ആണ് എടുക്കുക. അപ്പൊ ഇവിടെ കേസിൽ V = R ω എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇത് +1 ആണ്. ഫൈൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട്, കാരണം ഇത് റൊട്ടേഷൻ ആണ് അല്ലെ, റിവോൾവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, അപ്പൊ നമുക്ക് റൊട്ടേഷന്റെ ഇക്വേഷൻ എടുക്കണം. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന വിയും ആറും ആണ്, അപ്പൊ അതിന് നമുക്ക് ω കിട്ടും അല്ലെ. ഓക്കെ, വെയിറ്റ്, നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതായത് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, Qω/2π. ഈ ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ട്, ഞാൻ തന്നിട്ടുണ്ട്. ശരി, Qω/2π. അങ്ങനെയാണെങ്കിൽ Q എന്താണ് ഇവിടെ, ഇലക്ട്രോൺ ആണ് റിവോൾവ് ചെയ്യുന്നത് അല്ലെ. Q എന്ന് പറയുന്നത് ചാർജ് ആണ്, ഒരു ഇലക്ട്രോൺ ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ശരി, ഇഫ് ആൻ ഇലക്ട്രോൺ എന്നല്ലടാ, ഒറ്റ ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, അപ്പം Ne, Qനെ നമുക്ക് Ne ആയിട്ട് കൺവേർട്ട് ചെയ്താൽ N അവിടെ 1 ആയി, അപ്പൊ E മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. Q = Ne ആണ്, അവിടെ N 1 ആണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം. സോ Q = ENA ആയി. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I = E എന്താണ്, 1.6 × 10⁻⁻19 ω. ω എന്നുള്ള എന്താണ്, ഈ ഇക്വേഷൻ ω ഒന്ന് എടുത്തേ നിങ്ങൾ, V/R അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. V എന്താ, V മേലെ വരും, 6 × 10⁵ ഡിവൈഡഡ് ബൈ 2π × π/2 × 10⁻⁻² അല്ലെ. ഒന്നുമില്ല, ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെ മാറ്റി, ഒമേഗന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഐക്ക് എന്ത് വന്നു, Q, ω എന്ന് പറയുന്നത് V/R ആണ്, 2πR. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് നമുക്ക് ടോപ്പിക് എന്താ നോക്കാം അല്ലെ. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. സി, ഓംസ് ലോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറണ്ടിൽ നമ്മൾ ഫസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ലോ ആണ്. അത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് കറണ്ട് കേൾക്കുമ്പോഴേ എല്ലാവർക്കും, ഇനി നിങ്ങൾ അങ്ങോട്ടും പോകുമ്പോൾ ഞാൻ പറഞ്ഞു കുറേ കറണ്ടിന്റെ ലോസും കാര്യങ്ങളൊക്കെ വരും. അതിപ്പോൾ +2 എന്നില്ല, നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതല്ലാതെ നിങ്ങൾ BSc അങ്ങനെ ഫിസിക്സ് ഒക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് കറണ്ടിന്റെ ലോസിലൂടെ ഒക്കെ അങ്ങനെ പോകും. അപ്പോൾ അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓംസ് ലോ ഒക്കെ എന്ത് എളുപ്പമായിരുന്നു അല്ലേ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരും അല്ലെ. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, V is directly proportional to I, V is equal to IR അല്ലെ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. പക്ഷെ ദ തിങ് ഇസ്, നമുക്ക് എക്സെപ്ഷൻസ് ഉണ്ട് ഓംസ് ലോയ്ക്ക്, ചില കേസസ് ഉണ്ട് ഓംസ് ലോയ്ക്ക്. ബട്ട് അതൊന്നും നിങ്ങൾക്ക് ഇപ്പം വളരെ എന്താ പറയുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുക ദാറ്റ് എക്സെപ്ഷൻസ് ഉണ്ട് ഓംസ് ലോയ്ക്ക്. അതായത് ഈ ലോകത്തുള്ള എല്ലാ മെറ്റീരിയൽസും എന്ത് ലോ, ഓംസ് ലോ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നോണോമിക് കണ്ടക്ടേഴ്സ് ഉള്ളത് അല്ലെ. നോണോമിക് കണ്ടക്ടേഴ്സ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഓമിക് കണ്ടക്ടറിന്റെ ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓമിക് കണ്ടക്ടറിന്റെ ഗ്രാഫ് ആണെങ്കിൽ എങ്ങനെയാണ്, ഇങ്ങനെ വിയും ഐയും ആണെങ്കിൽ നേരെ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് വരിക. ബിക്കോസ് V is directly proportional to I. അപ്പൊ V ഇവിടെ കൂടുന്നതിനനുസരിച്ചിട്ട് V ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ കൂടുതലല്ലേ, അതുപോലെ തന്നെ I ഇങ്ങോട്ട് വരുമ്പോൾ കൂടുതലല്ലേ. അപ്പൊ V is directly proportional to I ന്റെ ഏറ്റവും ബെസ്റ്റ് ഗ്രാഫ് ആണ് ഈ നിങ്ങൾ ഈ കാണുന്ന ഗ്രാഫ്. ഓക്കെ, അപ്പം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് ഉള്ള എല്ലാ മെറ്റീരിയൽസും എന്തല്ല ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല, അതിന് എക്സെപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ടെക്സ്റ്റ് ബുക്കിലും ഇല്ല, നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനും ഇല്ല.
ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്തെങ്കിലും കോഴ്സസ് പഠിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് പിന്നെയും പഠിക്കുക. അതും ഓംസ് ലോ ആയിട്ട് ഡിനൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ പഠിക്കുന്നത്. അത് വളരെ എന്താ പറയുക, വളരെ വേറെ തന്നെ ഒരു ടോപ്പിക്സ് ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ NCERT കൊടുത്തതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് നോക്കാം. PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ട്. അതിൽ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈൻ ഓഫ് വി. വിന്റെ സൈൻ എന്താണോ അതിനെയാണ് വിന്റെയും ഐന്റെയും റിലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐന്റെ കേസ് അല്ല. വിന്റെ സൈൻ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും വിയും ഐയും തമ്മിലുള്ള റിലേഷൻ എന്താവണം എന്നുള്ളതാണ് PN ജംഗ്ഷൻ ഡയോഡിൽ പറയുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നുള്ള വേറൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. അതിൽ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ യുണീക്ക് അല്ല എന്നുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ബട്ട് ജസ്റ്റ് ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, റൈറ്റ്. ഡിറ്റക്ഷൻ ഓഫ് ഓംസ് ലോ ഫ്രം I is equal to നമ്മൾ നീ എവിടെ അല്ലെ, I is equal to NEATD. VD എന്താടാ, ഈ VD ആണ് അല്ലേ, ഈ VD ആണ്, നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ആണ്. കറക്റ്റ്, ശരി. അപ്പൊ നമ്മൾ ഈ ഇക്വേഷന് നമ്മൾ ഓംസ് ലോ ഡെഡ്യൂസ് ചെയ്യും. അതാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഇങ്ങനെയാണ് എന്നുള്ളത്. റൈറ്റ്, നമുക്ക് ചെയ്യാം. ഈ ഇക്വേഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. കുറച്ചൊരു സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. I is equal to നീ എവിടെ അല്ലെ, VD. അപ്പൊ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു റിലേഷൻ്റെ. അവിടെ നമ്മൾ പറഞ്ഞത് ഈസ് ഈക്വൽ ടു dV/dr ആണ്. അപ്പൊ നമുക്ക് ഈ D ഇല്ലാതെയും ഇത് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. R എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്റ്റൻസ് അല്ലെ, അതാണ് നമ്മൾ എടുത്തത്. അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നറിയോ, ഇതാ ഇങ്ങനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി L എടുക്കണം എന്നില്ല, R ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ R ആയിട്ടും എടുക്കാം. ഓക്കെ, ഈ V/R നമുക്ക് ഇത് ചേഞ്ച് ഇൻ, അതായത് dV/dr എന്നല്ല, നമുക്ക് ഇങ്ങനെയും ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാം. നമ്മളത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തന്നെ അങ്ങനെ പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട് കേട്ടോ. റിമൈൻഡ് ചെയ്ത് നോക്കുക ഓർമ്മയില്ലെങ്കിൽ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ അവിടെ ഇരിക്കട്ടെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, നമുക്ക് ആ റിലേഷൻ ആവശ്യമുണ്ട്. ശരി, നമ്മൾ ഈ VDന്റെ ഇക്വേഷൻ എന്താണ് പഠിച്ചത്, 0 + A × τ. ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ അല്ലെ. അങ്ങനെയാണെങ്കിൽ A എന്താണ്, എന്റെ എന്താ പറയാ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്താണ്, E/m × τ. ഇതാണ് VDയുടെ ഇക്വേഷൻ. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ എഴുതിയിട്ട് ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ് അല്ലെ. ശരി, ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോറി, നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I is equal to NEAV VD അല്ലേ, VD E/m × τ. ഓക്കെ, ഇതില് ഇതാ നമുക്കൊരു E ഇല്ലേടാ, നിങ്ങൾ ഇവിടെ ഒരു E കാണുന്നില്ലേ, നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു E കണ്ടോ, ഈ Eക്ക് ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ. ശരി, ആ ഇക്വേഷൻ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ത് വന്നു, NEAV/L അല്ലെ, V/L m × τ. ശരി, ഇവിടെ രണ്ട് E കണ്ടോ നിങ്ങള്, അത് E² ആക്കിക്കേ. I is equal to NE² A τ V/L m. കറക്റ്റ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒരു റിലേഷൻ കിട്ടിയില്ലേടാ. നമുക്ക് വിനെ നമുക്ക് ഇതിന്റെ അകത്ത് എടുക്കാം. നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ ഫ്രം, നമുക്ക് ഇതിന്ന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഈ ഇക്വേഷന് I is equal to NEAVD, അതിനകത്ത് നമുക്ക് ഇതില്ല, പൊട്ടൻഷ്യൽ ഇല്ല. പക്ഷെ അതിന്റെ അകത്ത് നമ്മൾ ഓംസ് ലോ ഇല്ലേടാ, V is directly proportional to I എന്നുള്ള ഓംസ് ലോ. ഇത് നമുക്ക് ഡിറൈവ് ചെയ്യണം, അല്ലെങ്കിൽ അത് നമുക്ക് ആ ഒരു അതിലേക്ക് നമ്മൾ എത്തണം, ആ സൊല്യൂഷനിലേക്ക്. ശരി, ഇപ്പൊ നമുക്ക് നമ്മളുടെ ഈ ഇക്വേഷന്റെ അകത്ത് വിയും ഉണ്ട് ഐയും ഉണ്ട്. നമുക്ക് എന്തായാലും ഇതിലേക്ക് എഴുതാൻ വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് V എടുക്കാം. V നമുക്ക് എടുക്കണമെങ്കിൽ എന്താ, V ഒന്ന് ഇക്വേറ്റ് ചെയ്തേ, നിങ്ങൾ ഇതിന്റെ അകത്തൊന്ന് V ഇക്വേറ്റ് ചെയ്തേ.
വി ഈസ് ഈക്വൽ ടു അല്ലേ ഐ, അല്ലെങ്കിൽ ഐ അപ്പുറത്ത് പോട്ടെ, അല്ലെങ്കിൽ വേണ്ട, LM/NE²A² അല്ലേ? ശരി, ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ അകത്ത് ഇതൊരു ഇക്വേഷൻ ആണ്. നിങ്ങളിപ്പോ ഐ ഈസ് ഈക്വൽ ടു നമ്മളെ നീ എവിടെ ഇല്ലേ, ഐ ഈസ് ഈക്വൽ ടു നീ എവിടെയെന്ന് നമ്മൾ NEA/VD അകത്ത് നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത ഒരു ഇക്വേഷൻ ആണിത്, കേട്ടില്ലേ? ഇത് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങൾ. ശരി, ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താടാ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ന്യൂമറേറ്റേഴ്സിൽ വരുന്നതാണെങ്കിലൊക്കെ വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് നമുക്ക് പറയാം. വി പ്രൊപ്പോർഷണൽ ടു എൽ ആയിരിക്കും, വി പ്രൊപ്പോർഷണൽ ടു എം ആയിരിക്കും, വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൻ, വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇ സ്ക്വയർ, വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ, വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോ. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റി വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന്. അതന്നെയല്ലേ നമ്മുടെ ഓംസ് ലോ അല്ലേ? അപ്പൊ നമ്മളവിടെ ഡിഡക്ഷൻ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാനിത് ഫുള്ള് മായ്ക്കുന്നില്ല കേട്ടോ, ഫുള്ള് മായ്ച്ച പിന്നെ നിങ്ങൾ എൻ്റെ ഒപ്പം എഴുതി പോണേ. ശരി, അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാൻ പറ്റിയടാ? ഈ ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റി വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഓംസ് ലോ അല്ലെ? അത് നമുക്ക് ഇവിടെ പറയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എമ്മും എല്ലും എന്നും ഇയും ഇ സ്ക്വയറും എയും ടോയും ഇതൊന്നും മാറില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതൊന്നും മാറില്ല അല്ലെ? അപ്പൊ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നമ്മൾ ഇവിടെ നിർത്തിയ വി അല്ല, at constant temperature ML/NE²A² എന്ന് പറയുന്നത് എന്താടാ? ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റാം എന്ത്? വി ഈസ് ഡയറക്ട്ലി, അന്നേരം വി എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഇതെല്ലാം ഒരു കോൺസ്റ്റന്റ് ആണ്, അന്നേരം വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ, വി ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ടിനെ മാത്രമാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത് എവിടുന്ന തുടങ്ങിയത്? ഐ ഈസ് ഈക്വൽ ടു NEA/VD. അതിൽ VD-ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. ഇതാ VD ഈസ് ഈക്വൽ ടു EE/M ഇൻറ്റു ടോ എന്നുള്ളത്. ഈ ഇക്വേഷൻ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്ക് വിയുമായിട്ടൊരു റിലേഷൻ ഉണ്ട്. ഇത് നമ്മൾ വിന്റെ, അതായത് പൊട്ടൻഷ്യൽ, വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആണ്, VD ആണ് ഡിസ്ട്രി വെലോസിറ്റി, മാറിപ്പോരുത്. ശരി, അപ്പൊ വിയുടെ ടേംസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയും ബിയുമായിട്ടുള്ള റിലേഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഇക്വേഷൻ ഇയേ ഉള്ളൂ. ഇങ്ങനെയാണല്ലോ നമ്മൾ എല്ലാ ഡെറിവേഷൻസും ചെയ്യാറ് അല്ലെ? അതായത് നമുക്ക് വേണ്ട എന്തിലേക്കാണോ അതിന് കണക്ഷൻസ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് വി ആയിരുന്നു, പൊട്ടൻഷ്യൽ വേണം നമ്മളെ ഡിഡക്ഷൻ ഓഫ് ഓംസിലേക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷനിലാണെങ്കിൽ ഇ ആണുള്ളത്, അപ്പൊ നമ്മൾ ഇയും വിയുമായിട്ടുള്ള റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു V/L എന്നുള്ള ഒരൊറ്റ റിലേഷൻ ആണുള്ളത് അല്ലെ? ശരി, അത് നമ്മൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് ഡെഡ്യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജോമെട്രിക്കലി, അതായത് ഈ കോൺസ്റ്റന്റ് തന്നെ എടുക്കും ഇവിടെ നമ്മളുടെ ജോമെട്രിക്കൽ. അപ്പൊ എടാ നമ്മൾ അവിടെ കൊടുത്തൊരു വാല്യൂ ഇല്ലേ ഓംസ് ലോയില്? ഞാൻ ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നുണ്ട് കേട്ടോ, ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ വാല്യൂസ്, അല്ലെങ്കിൽ വി എന്ന് തുടങ്ങാം. ഇവിടെ എഴുതിയാൽ മതിയല്ലോ. വി ഈസ് ഈക്വൽ ടു ML/NE²A². ഇതാണ് നിങ്ങളുടെ എന്താ പറയാ ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതില് ജോമെട്രിക്കൽ ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാടാ? ജോമെട്രിക്കൽ ഷേപ്പ്, അതായത് ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ML/NE²A² എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, ഫുൾ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ ഐ ആണ് കേട്ടോ. നമ്മൾ ഓംസ് ലോ ചെയ്ത സമയത്ത് വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സച്ച് ദാറ്റ് അവിടെ കൊണ്ടുവന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താ? വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IR. അപ്പൊ R ആണ് അവിടുത്തെ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു കമ്പയർ ദിസ് ടു ഇക്വേഷൻസ്. വി ഈസ് ഈക്വൽ ടു ML/NE²A ഇൻറ്റു ടോ ഐയും ഇത് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എടാ അപ്പൊ ഇവിടുത്തെ R എന്താന്ന് കിട്ടി? ഇവിടുത്തെ R ആണ് ഇത്, മനസ്സിലായില്ലേ?
കാരണം ഈ ഒരു ഇത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ വാല്യൂ കോൺസ്റ്റന്റ് ആണ് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നെ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന, ഇത് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ഇത് ഇക്വേഷൻ 2. ശരിക്കും ഇതാണ് ഇക്വേഷൻ 1 ആവേണ്ടത് അല്ലേ, ബിക്കോസ് ഇതല്ലേ നമ്മൾ ആദ്യം പഠിച്ചത്. ശരി, ഇത് രണ്ടും കമ്പയറിംഗ് ഇക്വേഷൻ 1 and 2 യു സച്ച് ദാറ്റ് യു ഗെറ്റ് ml/ne² A τ എന്ന് പറയുന്നത് എന്താണ്, റെസിസ്റ്റൻസ് എന്നുള്ള വാല്യൂ ആയിട്ട് കിട്ടി. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എമ്മും ഇയും ഒക്കെ എന്താണ്, എമ്മും E² അല്ലെങ്കിൽ എമ്മും ഇയും യൂണിവേഴ്സൽ കോൺസ്റ്റൻസ് ആണ്. നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും മാസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് മാസ് ഓഫ് അല്ലെങ്കിൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ മാറില്ല. എമ്മും ഇയും അത് യൂണിവേഴ്സൽ കോൺസ്റ്റൻസ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടതാണ്. ശരി, അതുപോലെ നമ്മൾ എന്നും ടോയും, എടാ നിങ്ങൾ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എടുക്കുന്നു അല്ലെങ്കിൽ അതിനകത്ത് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്നത് ഫിക്സ്ഡ് ആണ്. അതുപോലെ റിലാക്സേഷൻ ടൈം അല്ലെ, അതാണ് ടോ എന്ന് പറയുന്നത്, അതൊരു ഫിക്സ്ഡ് ടെമ്പറേച്ചറിന് അത് ഫിക്സ്ഡ് ആണ്, അതിൽ ഒരു മാറ്റം വരുന്നില്ല. അപ്പൊ ഇവിടുത്തെ ജോമെട്രിക്കൽ വാല്യൂസിൽ, അതായത് റെസിസ്റ്റൻസ് ഏതൊക്കെ ജോമെട്രിക്കൽ വാല്യൂസിനോടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ലെങ്ത്തിനോടും ഏരിയനോടുമാണ് പിന്നെ റെസിസ്റ്റൻസിന് എന്തുള്ളത്, ജോമെട്രിക്കൽ വാല്യൂ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ റെസിസ്റ്റൻസ് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്, ഇപ്പൊ ഞാനൊരു ടോപ്പിക് ഏരിയയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്, നിങ്ങൾക്കൊരു ഇതാണ്ടോ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് തന്നെ ഉണ്ട്. അത് ആ ഇക്വേഷൻ വന്നാണ്. ഈ നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്നോട് ഉദ്ദേശിക്കുന്നത് ആ n ആണ്, എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് ആ മെറ്റീരിയലിന്റെ അകത്ത് എന്നുള്ളത്. സോ R is directly proportional to inversely proportional to n or R is directly proportional to 1/n എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ R is inversely proportional to n എന്ന് പറയാം. നെക്സ്റ്റ് is length of conductor. ലെങ്ത്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആ ഇക്വേഷൻ ആണ് കേട്ടോ വരുന്നത്. നമ്മൾ ഇക്വേഷൻ എന്താ, ഞാൻ എപ്പോഴും I എന്നാണല്ലേ എഴുതുന്നത്, നമ്മൾ LHS V അല്ലേടാ, V is equal to ml/n E² A τ into I. ശരി, അങ്ങനെയാണെങ്കിൽ R ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. അപ്പൊ R ആണ് എന്ത്, ഇവിടെ R എന്താണ്, ml/ കാണുന്നില്ല നിങ്ങൾ, ഞാൻ പറയുന്നുണ്ടോ, R എന്ന് പറയുന്നത് ml/n E² A τ ആണ്. സോ R ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എല്ലിനോട് അല്ലേ. ശരി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ R ഇവിടെ, ഏരിയ ഇവിടെ. സോ R is inversely proportional to area. നെക്സ്റ്റ് വരുന്നത് ടെമ്പറേച്ചർ ആണ്. ഈ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ടോ മാറും, ടെമ്പറേച്ചർ മാറുമ്പോൾ ടോ മാറും എന്നുള്ളതാണ്. റിലാക്സേഷൻ ടൈം ആണ് ഈ ടോ എന്ന് പറയുന്നത്, അത് മാറും എന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ R is inversely proportional to 1/τ ആണ്. റിലാക്സേഷൻ ടൈം എന്താ പറയാ, ടെമ്പറേച്ചർ മാറുമ്പോൾ റിലാക്സേഷൻ ടൈം മാറും എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ 1/τ ടെമ്പറേച്ചറിന് റെസിസ്റ്റൻസ്. അപ്പം ഇൻ കേസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇതൊക്കെയാണ്. നേച്ചർ ഓഫ് മെറ്റീരിയൽ, ആ നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന എന്നെയാണ്, എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓരോ മെറ്റീരിയലിനകത്ത് ഉണ്ട് എന്നുള്ളത്. ലെങ്ത് ഓഫ് എ കണ്ടക്ടർ R is directly proportional to L ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ശരി, ഇനി നമുക്ക് ഇവിടെ നമ്മൾ ജോമെട്രിക്കൽ ഷേപ്പ് ഏതൊക്കെയാണ് വരുന്നത്, ജോമെട്രിക്കൽ ആയിട്ട് വരുന്നത് എല്ലും ഏരിയയും അല്ലേ, അതല്ലേ ഒരു മെറ്റീരിയലിന്റെ ജോമെട്രിക്കൽ ഷേപ്പ്. ഈ ഫാക്ടേഴ്സിൽ വെച്ചിട്ട് ടെമ്പറേച്ചർ ഒരു ജോമെട്രിക്കൽ ഷേപ്പ്, ഒരു അടയാളമാണോ, അല്ല. അതുപോലെ നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നതും ജോമെട്രിക്കൽ അടയാളം അല്ല, അത് അവിടെ എത്ര ഉണ്ടെന്നുള്ളതിന്റെ ഒരു എന്താ പറയാ, ഒരു സെന്റൻസിൽ നമ്മൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ R is directly proportional to L, കറക്റ്റ് അല്ലേ. R is inversely proportional to A, കറക്റ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് എഴുതിയാൽ R is directly proportional to L/A എന്ന് എഴുതാം. നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ എങ്ങനെ മാറ്റിവിടാ, ഒരു ഈക്വൽ ടു സൈൻ എങ്ങനെ നമ്മൾ കൊണ്ടുവരിക, അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ കൊണ്ടുവരും. അപ്പൊ അവിടെ നമ്മൾ കൊണ്ടുവരുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താ അറിയോ, റോ എന്ന് പറയുന്നതാണ് കേട്ടോ. റോ എന്നാണ് നിങ്ങൾ ഇതിനെ പറയേണ്ടത്. റോ R is equal to rho into L/A. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ റോനെ നമുക്കൊന്ന് എഴുതിയാൽ ഇതിൻ്റെ അകത്തുനിന്ന് റോ എന്താന്ന് നമുക്ക് അറിയണം അല്ലെ. റോ എന്ന് പറയുന്നത് എന്താന്ന് അറിയണമെങ്കിൽ ശരി, റോനെ നമ്മളിതൊരു വലിയ ബോക്സ് ആക്കി എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ശരി, R എന്നുള്ളത് നമ്മൾക്ക് എങ്ങനെ എഴുതാം, റോ ഇൻറ്റു L/A.
ഈ ഇക്വേഷനിൽ നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവന്നതാണ്. അങ്ങനെയാണെങ്കിൽ റോനെ നമുക്ക് എങ്ങനെ എഴുതാം? R × A/L എന്ന് എഴുതാം. റോയ്ക്ക് ഒരു ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്, റോയ്ക്ക് ഒരു പേരുണ്ട്. റോനെ നമ്മൾ വിളിക്കുന്നത് റെസിസ്റ്റിവിറ്റി എന്നാണ്. എന്താണ്? റെസിസ്റ്റിവിറ്റി. ആറിനെ നമ്മൾ എന്താ വിളിച്ചത്? റെസിസ്റ്റൻസ് അല്ലെ? R എന്ന് പറയുന്നത് നമ്മളുടെ റെസിസ്റ്റൻസ് ആയിരുന്നു. R എന്ന് പറയുന്നത് നിങ്ങളുടെ റെസിസ്റ്റൻസ് ആണെങ്കിൽ റോ എന്ന് പറയുന്നത് എന്താടാ? റെസിസ്റ്റിവിറ്റി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ റോയ്ക്ക് നമ്മളെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താടാ? ഓം ആണ് അല്ലെ? ശരി, നമുക്ക് റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് ഒന്ന് കണ്ടുപിടിച്ചാലോ? എന്തായിരിക്കും റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് ഡാ? റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? റെസിസ്റ്റിവിറ്റി അല്ലേ? ആറിന്റെ എന്താണ്? ആറിന്റെ SI യൂണിറ്റ് എന്താണ്? ഓം ആണ്. ശരി, ഇൻറ്റു ഏരിയയുടെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ബൈ ലെങ്ത്തിന്റെ അല്ലെ, പിന്നെ വരുന്ന ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. നമുക്ക് ഈ മീറ്ററും ഈ മീറ്റർ സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ റോന്റെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അഗൈൻ നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഇക്വേഷൻ? റോ ഇസ് ഈക്വൽ ടു RA/L. ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ ഒന്ന് പറയാൻ പറ്റുമോ? നോക്കിക്കേ, ഈ ഇക്വേഷൻ വെച്ചിട്ട് റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ. എടാ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങളിപ്പം ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. നമുക്ക് വേണ്ടത് റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഡെഫിനിഷൻ ആണ്. നിങ്ങളിവിടെ എക്ക് 1 എടുത്ത് കൊടുക്കുക. ചുമ്മാ വിചാരിക്കും A 1 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഈ 1 എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താടാ? യൂണിറ്റ് എന്നാണ് കേട്ടോ. ഒരു യൂണിറ്റ് എന്നാണ് നമ്മളതിന് പറയാം, ഒരു യൂണിറ്റ്. അതുപോലെ ലെങ്ത് നിങ്ങളൊരു 1 മീറ്റർ എടുത്തു വിചാരിക്കും, അപ്പൊ അത് യൂണിറ്റ് ലെങ്ത് അല്ലേ? അപ്പൊ ഇത് യൂണിറ്റ് ഏരിയ ആണ്. ഈ 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ഏരിയ. അതങ്ങനെയാണ് നമ്മൾ പറയുക. ശരി, 1 മീറ്റർ എന്ന് പറയുന്നത് എന്താടാ? യൂണിറ്റ് ലെങ്ത്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വാല്യൂ ഇതിനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തേ. റോ ഇസ് ഈക്വൽ ടു R × 1 / 1. അപ്പൊ എന്തായി? റോ ഇസ് ഈക്വൽ ടു R ആയില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡെഫിനിഷൻ ഇപ്പൊ പറയാൻ പറ്റുമോ? നോക്കിക്കേ, കുറച്ച് മുന്നേ ഞാൻ ചോദിച്ചപ്പം പറയാൻ പറ്റിയിരുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതായത് റെസിസ്റ്റിവിറ്റി ആണ് റോ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിക്ക് വേറൊരു പേരുള്ളത് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ശരി, ഇനിയിപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വന്നാൽ നിങ്ങൾക്കറിയാലോ. റൈറ്റ്. അപ്പം റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. എപ്പോ അല്ലെ? റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് അല്ലേ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഓഫ് എ മെറ്റീരിയൽ ഇസ് ആക്ച്വലി ഈക്വൽ ടു റെസിസ്റ്റൻസ് വെൻ എപ്പോ? റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് വെൻ your area is 1 meter square and length is 1 meter. അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ, the specific resistance or resistivity of a material is equal to the resistance of a unit area of a material of unit area and unit length. Unit cross sectional area and unit length ആണെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസിന്റെ എന്താണ്? റെസിസ്റ്റൻസ് തന്നെയാണ് അവിടെ റെസിസ്റ്റിവിറ്റി. ഇതാണ് ഒരു ഡെഫിനിഷൻ പോലെ നിങ്ങൾക്ക് റെസിസ്റ്റിവിറ്റിയെ പറ്റി പറയാനുള്ളത്. കേട്ടല്ലോ? മനസ്സിലായതല്ലേ? അപ്പൊ യൂണിറ്റ് ഏരിയയും യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയും യൂണിറ്റ് ലെങ്ത്തും ഉള്ള ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ് എന്ത്? റെസിസ്റ്റിവിറ്റി. ക്ലിയർ അല്ലേ? ശരി, ഇനി നമുക്ക് 2 ടേംസ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഈ ഒരു ഇതിൽ തന്നെ നമുക്കെല്ലാം ചെയ്യാം. ഞാൻ ആദ്യം റെസിസ്റ്റൻസിനെ പറ്റി പറയട്ടെ. ഒക്കെ ബന്ധമുള്ള കുറച്ച് ടേംസ് ആണ്, അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ R എന്നാണ് റെപ്രസെന്റ് ചെയ്തത് അല്ലെ? അപ്പം R എന്നുള്ളത് നമ്മൾ എങ്ങനെയാ കൊടുത്തത്? ഇപ്പം മറ്റേ വാല്യൂ നോക്കുകയാണെങ്കിൽ റോ ഇൻറ്റു L/A, ഇതൊരു ഡെഫിനിഷൻ നമ്മൾ റോ വെച്ച് പറഞ്ഞതാണ്. ശരി, റെസിസ്റ്റിവിറ്റി എന്താ നമ്മൾ കൊടുത്തത്? റോ എന്നാണ് നമ്മൾ കൊടുത്തത്.
അത് റോ എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് RA/L അല്ലെ. വേറൊരു ഇക്വേഷനും കൂടെ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ടേം എന്ന് പറയുന്നത് വെച്ചാൽ കണ്ടക്ടൻസ് ആണ്. അപ്പൊ എന്താണ് കണ്ടക്ടൻസ് എന്നുള്ളതാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത്, അത് കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു സർക്യൂട്ടിന്റെ അകത്ത് നിങ്ങൾക്ക് വോൾട്ടേജ് സപ്ലൈ ഉണ്ട്, കറണ്ട് ഉണ്ട് എന്നൊക്കെ വിചാരിക്കുക. അതിൽ ഈ റെസിസ്റ്റൻസും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ആക്ച്വലി എന്താ റെസിസ്റ്റൻസ് ചെയ്യുന്ന വെച്ചാൽ കറണ്ടിനെ അത് റെസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആവശ്യമുള്ള കറണ്ട് അതിലൂടെ പാസ് ചെയ്താൽ മതി എന്നുള്ള പോലെ. അപ്പൊ ആ റെസിസ്റ്റർ എന്താ ചെയ്യുന്നത്? ഫ്ലോ ഓഫ് കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യാണ് ഈ റെസിസ്റ്റർ ചെയ്യുന്നത്. റെസിസ്റ്ററിന്റെ വാല്യൂ ആണ് റെസിസ്റ്റൻസ്. ആ വാല്യൂ ഒക്കെ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് നമ്മളെ നെക്സ്റ്റ് ടോപ്പിക്. അതിലേക്ക് ഞാൻ വരാം. ശരി, റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സാധനമാണ് കേട്ടോ. നിങ്ങൾ കാണും, ഞാൻ ഫിഗർ കാണിച്ചു തരാം, എൻ്റെ കയ്യിലുണ്ട്. ശരി, കണ്ടക്ടൻസ് എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ടേം എന്താണ്? കണ്ടക്ടൻസ് അല്ലെ. കണ്ടക്ടൻസ് യൂഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് G എന്നാണ്. അത് ഇനി പല ടെക്സ്റ്റ് ബുക്കിലും നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻസ് ഒക്കെ കാണാം. അതായത് പല ഓതേഴ്സും, അത് ഫിസിക്സിന്റെ മെയിൻ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ, കോർ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പല ഓതേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ അവർ പല മെത്തേഡ്, പക്ഷെ അവർ പറയും അവരെന്താണ് ഈ G കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവരുടെ ടെക്സ്റ്റിൽ തരും. കാരണം ഞാൻ പറഞ്ഞ പോലെ പല ടെക്സ്റ്റ് ബുക്കിലും പല പോലെ ആയിരിക്കും. എന്തായാലും G എന്നാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ശരി, ഈ കണ്ടക്ടൻസ് എന്താണെന്നറിയോ? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. കണ്ടക്ടൻസ് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ടേം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി ആണ്. കണ്ടക്ടിവിറ്റി അതിനിപ്പോ ഞാൻ സിഗ്മ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതും പല ടെക്സ്റ്റ് ബുക്സിലും മാറുന്നുണ്ട്. ഓക്കെ, കണ്ടക്ടിവിറ്റി എന്താണ്? സിഗ്മ എന്താണെന്നറിയോ? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. ക്ലിയർ അല്ലേ? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടക്ടൻസ്, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി. റൈറ്റ്, അതായത് റെസിസ്റ്റൻസ് ആക്ച്വലി കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം കണ്ടക്ടൻസ് അവിടെ കുറവാണെന്നും, റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം കണ്ടക്ടൻസ് അവിടെ കൂടുതലാണ് എന്നുള്ളതുമാണ്. ശരി, ഞാൻ ഒരു ഇക്വേഷനും കൂടെ പറയാന്ന് പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, R is equal to ml/n(e²a⁴I). I അല്ല, V ആണ് അല്ലേ. R എന്നുള്ള നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്താണല്ലോ, അപ്പൊ നമുക്ക് V ആണ് വേണ്ടത് അല്ലേ. ഇതാണല്ലോ ഈ ml/ne²a⁴ ആണല്ലോ നിങ്ങളുടെ R അല്ലേ. ശരി, അത് V എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിൽ R എന്താണ്? ml/ne²a⁴. കാണുന്നില്ലേടാ നിങ്ങൾക്ക്? R ക്ലിയർ അല്ലേ? ശരി, ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളുടെ റെസിസ്റ്റിവിറ്റി എന്താടാ? RA/L ആണ്. നിങ്ങൾ ഈ RA/L എല്ലാം ഒരു സൈഡിലേക്ക് എടുത്തേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തേ. RA/L. എടാ, ഈ എനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, ഈ എല്ലിനെ അതുപോലെ ഇങ്ങോട്ട് താഴേക്കാക്കി. ഇതാ RA/L. ബാക്കി ഇപ്പുറത്തെ സൈഡ് RHSൽ എന്തൊക്കെയാണുള്ളത്? m/ne². ശരി, ഇതാണ് നിങ്ങളുടെ മറ്റൊരു റെസിസ്റ്റിവിറ്റിന്റെ ഇക്വേഷൻ അല്ലേ. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഓരോ ഇക്വേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം അല്ലെ. എന്താണ് ഇപ്പൊ ഒരു കിട്ടിയ ഇക്വേഷൻ? m/ne². കറക്റ്റ് അല്ലേ? ശരി, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് ഇറേസ് ചെയ്യാം. ഇപ്പൊ റെസിസ്റ്റിവിറ്റിക്ക് നമ്മൾ ഒരു ഇക്വേഷനും കൂടെ എഴുതി അല്ലെ. ഇവിടെ എഴുതാം നമുക്ക്. റെസിസ്റ്റിവിറ്റിയുടെ വേറെ ഇക്വേഷൻ എന്താടാ? m/ne². അങ്ങനെയാണെങ്കിൽ ആറിന്റെ ഇക്വേഷൻ എന്താടാ? R is equal to ml/ne²a⁴. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ, അത് റെസിപ്രോക്കൽ അല്ലേ. ഈ റെസിപ്രോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡിനോമിനേറ്റർ ടേംസ് ഒക്കെ ന്യൂമറേറ്ററിൽ വരും, ന്യൂമറേറ്റർ ടേംസ് ഒക്കെ ഡിനോമിനേറ്ററിൽ വരുന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് Gന്റെ ഇക്വേഷൻ എഴുതിക്കേ, കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതിക്കേ. ഇതൊന്ന് കണ്ടക്ടൻസിലേക്ക് മാറ്റിക്കുക. അത് റെസിപ്രോക്കൽ ആണ് എടുക്കുന്നത്. അത് ne²a⁴/ml എന്ന് വരും. ക്ലിയർ അല്ലേ? കണ്ടക്ടിവിറ്റിയോ സിഗ്മ ഒന്ന് എഴുതിക്കേ. സിഗ്മ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ എഴുതിയാൽ മതി. ne²m എന്ന് വന്നു. ശരി, ഇതാണ് നിങ്ങളുടെ കണ്ടക്ടിവിന്റെ ഇക്വേഷൻ, ഇത് കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ,
ഇത് നിങ്ങളുടെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. ഇതൊരു വേറൊരു ഇക്വേഷൻ ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു പൊതു ധാരണ ഉണ്ടാവണം റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ്, കണ്ടക്ടൻസ് എന്താണ്, കണ്ടക്ടിവിറ്റി എന്താണ്. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് റെസിസ്റ്റന്റ് തരേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കണ്ടക്ടൻസ് ആണ് തരണമെങ്കിൽ നിങ്ങൾക്ക് അറിയണം, അതായത് ഇപ്പം ഞാൻ ക്ലിയർ ചെയ്യട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ റെസിസ്റ്റൻസ് ആണ് വേണ്ടത്, ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് കണ്ടക്ടൻസ് തന്നു കണ്ടക്ടൻസ് 1/10 അല്ല, കണ്ടക്ടൻസ് തരികയാണ് 10⁻³ ആണ് കണ്ടക്ടൻസ് എന്ന് തരികയാണ്, 10⁻³ പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് അവിടെ റെസിസ്റ്റൻസ് ആണ്. കണ്ടക്ടൻസ് കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ കണ്ടക്ടൻസ് എന്താടാ, സോറി റെസിസ്റ്റൻസ് എന്താണ്, അപ്പൊ റെസിപ്രോക്കൽ ഓഫ് ജി അല്ലേ, എടാ ഉൾട്ട എന്നൊക്കെ പറയില്ലേ അതുമാതിരി. അപ്പം R എന്താണ് അവിടെ 1/g, അപ്പൊ എന്തായി 1/10⁻³ അതായത് 10⁻³ ആണ് നിങ്ങൾ ഓം, അതാണ് അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 10⁻³ ആണ് അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻ കേസ് തരികയാണെങ്കിൽ അതിനാണ് ആ ടേംസ് ഞാൻ പറഞ്ഞത്, എന്താണ് കണ്ടക്ടൻസ് എന്നും കണ്ടക്ടിവിറ്റി എന്നും ഒക്കെ നിങ്ങൾക്ക് അറിയണം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കോളേജിലൊക്കെ ചേരുമ്പം അവരൊന്നും അവിടുന്ന് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തരില്ല, അവരിങ്ങ് പറഞ്ഞു പോകും കണ്ടക്ടൻസസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയണം ഓക്കെ കണ്ടക്ടൻസ് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? ശരി, റെസിസ്റ്റർ എന്താണോ ഞാനിപ്പോ പറഞ്ഞത്, ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഇസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. അതാണ് റെസിസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമുക്കൊരു സർക്യൂട്ടിനകത്ത് റെസിസ്റ്ററിന്റെ യൂസ് എന്ന് പറയുന്നത്. ശരി, ഈ റെസിസ്റ്റർ ഏകദേശം ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഒരു ചെറിയൊരു മൈന്യൂട്ട് സാധനമായിരിക്കും കേട്ടോ, ചെറുതായിരിക്കും. ശരി, അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, അതായത് 4 ബാൻഡ്സ് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ഇനി വരച്ചു കൊളാക്കുന്നില്ല. ഇപ്പൊ ഇതിങ്ങനെ ഒരു റെസിസ്റ്റർ ഇതാണെങ്കിൽ ഇവിടെ ഒരു കളർ ബാൻഡ് ഉണ്ടാവും, പിന്നെ അടുത്തൊരു കളർ ബാൻഡ് ഉണ്ട്. ആസ് യു ക്യാൻ സീ ഒരു റെഡ്, ഗ്രീന്, റെഡ്, ഗോൾഡ് അല്ലെ, ഇവിടെ ഒരു കളർ ബാൻഡ് ഉണ്ടാവും, അതുപോലെ ഇവിടെ അങ്ങനെ 4. ഓക്കെ, 1 2 3 4 അങ്ങനെ 4 കളർ ബാൻഡ് ആണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റത്തത് ഒരു ഡിജിറ്റ് ആയിട്ടാണ്, സെക്കൻഡത്തതും ഡിജിറ്റ് ആണ്, അതിൽ തേർഡ് വൺ മൾട്ടിപ്ലയർ ആണെന്നും ഫോർത്ത് വൺ ഈ റെസിസ്റ്റൻസിന്റെ ടോളറൻസിന്റെ ഇതാണ് പറയുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആ റെസിസ്റ്റൻസിന്റെ ടോളറൻസ് ലെവലാണ് പറയുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല നിങ്ങൾക്ക്. ശരി, നമുക്ക് നോക്കാം നെക്സ്റ്റ് സ്ലൈഡ്. ഇതൊരു കളർ കോഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറയുന്നത്. ഈ 4 ബാൻഡ്സ് നിങ്ങൾക്ക് ഇവിടെ ഏത് റെസിസ്റ്റൻസ് തന്നാലും നിങ്ങൾക്ക് ആ കളർ കോഡ് വെച്ചിട്ട് ആ ബാൻഡ്സ് പറയാൻ പറ്റണം, ആ ബാൻഡിന്റെ ആ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റണം. യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാന്നുള്ള ഒരു നോർമൽ ഇത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു ഡിജിറ്റ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു നമ്പർ 2 3 അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ. രണ്ടാമത്തത് അങ്ങനെ തന്നെ 2 3 4 5 ഏതെങ്കിലും ഒരു നമ്പർ ആയിട്ടായിരിക്കും. ഇൻഡു എന്നിടും. ശേഷം നമ്മളൊരു 10⁻² ഏതെങ്കിലും ഒരു പവറിലായിരിക്കും റെപ്രസെന്റ് ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി 4 ഇങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. പ്ലസ് ഓ മൈനസ് അതിന്റെ ടോളറൻസ് ലെവൽ, അതാണ് ഞാൻ പറഞ്ഞ 4ാമത്തത്. അവിടെ പക്ഷെ ആകെ 3 എണ്ണം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, അത് ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഒരു പെർസെൻറ്റേജിന്റെ കണക്കിലായിരിക്കും പറയുന്നത്, ഒരു പെർസെൻറ്റേജിന്റെ കണക്കിലായിരിക്കും 4. അപ്പൊ ഇങ്ങനെയാണ്, ഇതൊരു എക്സാമ്പിൾ ആണ്, കേട്ടോ. ഇതാണെന്ന് വിചാരിക്കില്ല, ഇതൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്തത്. ഇങ്ങനെയാണ് നമ്മൾ യൂഷ്വലി റെസിസ്റ്റൻസ് വാല്യൂ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റർ നോക്കിയിട്ട് യൂഷ്വലി നമുക്ക് ഇപ്പം കപ്പാസിറ്റർ എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അതിന്റെ മേലൊക്കെ ഉണ്ടാവും വാല്യൂസ്. 22 മൈക്രോ ഫാരഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 22 ഫാരഡ് ആണെങ്കിൽ അങ്ങനെ, അതിന്റെ മേലെ അതിന്റെ വാല്യൂസ് പ്രിന്റ് എഴുതും. ചെറുതായിരിക്കും, ഇതെല്ലാം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശരി, ഇതിന്റെ മേലെയൊക്കെ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഇത്ര ഫാരഡ് എന്ന്. പക്ഷെ റെസിസ്റ്റൻസിന്റെ കേസിൽ മാത്രം അതുണ്ടാവില്ല. കാരണം ഇങ്ങനെയായിരിക്കും ഓൾറെഡി ആ റെസിസ്റ്റൻസ് വരിക. അത് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചു തന്നില്ല, ഇതാ ഇങ്ങനെയാണ് റെസിസ്റ്റർ എന്ന് പറയുന്ന സാധനം. അപ്പൊ അതിന്റെ മേലെ ആ കളർ ബാൻഡ്സ് നല്ല എവിഡന്റ് ആയിരിക്കും. അതൊക്കെ നമുക്ക് നേക്കഡ് ആയിട്ട് ലൈക്ക് കാണാൻ പറ്റുന്ന നേക്കഡ് ടു ഐസ്. ഓക്കെ, ഇറ്റ്സ് വിസിബിൾ ടു ഐസ് എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമ്മൾ അത് എങ്ങനെ എഴുതുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. 4 കളർ ബാൻഡ്സ് ആണ് ഉണ്ടാവുക. ഫസ്റ്റത്തെ ഒരു ഡിജിറ്റ് ആയിരിക്കും, സെക്കൻഡ് 1 ഒരു ഡിജിറ്റ് ആയിരിക്കും, മൂന്നാമത്തെ അതിന്റെ മൾട്ടിപ്ലയറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, 4ാമത്തെ അതിന്റെ ടോളറൻസ് ലെവലാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണെന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ നമ്പേഴ്സ് ആണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലാക്ക് വന്നാൽ അത് 0 ആണ്, നിങ്ങൾ തന്നെ പഠിക്കണം. ബ്ലാക്ക് ആണെങ്കിൽ അത് 0 ആണെന്നും, ബ്രൗൺ ആണെങ്കിൽ അത് 1 ആണെന്നും നിങ്ങൾ കാണുന്നില്ലേ. റെഡ് ആണെങ്കിൽ അത് 2 ആണെന്നും, ഓറഞ്ച് ആണെങ്കിൽ 3,
യെല്ലോ 4 ആണ്, ഗ്രീൻ 5 ആണ്, ബ്ലൂ 6 ആണ്, വയലറ്റ് 7 ആണ്, ഗ്രേ 8 ആണ്, വൈറ്റ് 9 ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മേലായിട്ട് പൊക്കണോ? ഓക്കെ, വൈറ്റ് വരെയാണ് എന്തുള്ളത്? നിങ്ങളുടെ ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും ഉള്ളത്. അതായത് നിങ്ങളുടെ ആദ്യത്തെ 2 ബാൻഡ് ഇല്ലടാ, ഇങ്ങനെ 4 ബാൻഡ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ ആദ്യത്തെ 2 ബാൻഡിലും ഈ വൈറ്റ് വരെയുള്ള കളേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. വൈറ്റ് വരെയുള്ള കളേഴ്സ്, അതായത് ഇതിന് കുറച്ച് കോഡൊക്കെ ഉണ്ട്, നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. ശരി, ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. ഇതുവരെ ഉണ്ടാവുള്ളൂ എന്തിന്? ആദ്യത്തെ 2 കളേഴ്സിന്, അല്ലെ, ആദ്യത്തെ 2 ബാൻഡ്സിന്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ഇനി മൂന്നാമത്തെ ബാൻഡ് ആണെങ്കിലും ഗോൾഡ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. ശരി, നമുക്ക് നോക്കാം. മൂന്നാമത്തെ ബാൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂസ് നമ്മൾ എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ 2 നമ്മൾ ഡിജിറ്റ്സ് ആയിട്ടാണ് എഴുതുക, ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ വാല്യൂ നമ്മൾ 10 raised to ഡിജിറ്റ് ആണ് നമ്മൾ എഴുതുക. ഓക്കെ, മൂന്നാമത്തെ വാല്യൂ എങ്ങനെ എഴുതുക? ഇൻറ്റു 10 raised to ലെറ്റ് ഇറ്റ് ബി എനി സി കോൺസ്റ്റന്റ്, ഏതെങ്കിലും ഒരു സി വാല്യൂ. ആ സി വാല്യൂ എങ്ങനെയാടാ? അത് അഗെയിൻ ബ്ലാക്ക് ആണെങ്കിൽ 10 raised to 0 ആണ്. ഓക്കെ, അടുത്ത ബ്രൗൺ ആണ്. ബ്രൗൺ ആണെങ്കിൽ 10 raised to 1 ആണ്. പിന്നെ വരുന്നത് റെഡ് ആണ്. റെഡ് ആണെങ്കിൽ 10 raised to 2 ആണ്. സി, ഇങ്ങനെ അത് അങ്ങനെ അങ്ങ് പോവും. അതുപോലെ ടോളറൻസിൽ ആകെ വരുന്നത് ഗോൾഡും സിൽവറും, ഇവിടെ നിങ്ങൾക്ക് ഗോൾഡും സിൽവറും മാത്രമേ ഉള്ളൂ. ശരി, ഗോൾഡ് ആണെങ്കിൽ +or-5% എഴുതുക, സിൽവർ ആണെങ്കിൽ +or-10% എഴുതുക. ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പം റെസിസ്റ്റൻസ് എങ്ങനെയാന്ന് കണ്ടുപിടിക്കാനുള്ള വാല്യൂസ്. റെസിസ്റ്റൻസ് എങ്ങനെയാന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഗോൾഡ് ആണെങ്കിൽ ഏതാടാ? +or-5% എന്ന് എഴുതുക, 4ാമത്തെ കളറ്. പിന്നെ സിൽവർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ഇത് ഇനി എങ്ങനെയാണ്, ഏതാണ് തുടക്കം, ഏതാണ് ഫസ്റ്റ് ബാൻഡ്, ഏതാണ് ഫോർത്ത് ബാൻഡ് എന്നുള്ളവരുടെ കൺഫ്യൂഷൻ ഉള്ളവരോട് ഞാൻ പറയുന്നതാണ്. 4ാമത്തെ ബാൻഡിൽ ഗോൾഡ് സിൽവർ ആണ് ഉണ്ടാവുക, ആൻഡ് ഫസ്റ്റ് ബാൻഡിലൊക്കെ ഈ കളേഴ്സ് ആണ് ഉണ്ടാവുക. ബ്ലാക്ക്, ബ്രൗൺ, റെഡ് അങ്ങനത്തെ കളേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ഗോൾഡ് സിൽവർ ഫോർത്ത് ബാൻഡിലാണ് ഉണ്ടാവുക, ഫോർത്ത് ബാൻഡിൽ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, സിൽവർ എന്ന് പറഞ്ഞാൽ എന്താടാ? +or-10%. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരി, എടാ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നമ്മളൊരു സർക്യൂട്ടിന്റെ അകത്ത് നമുക്ക് റെസിസ്റ്റർ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഇതാണ് നിങ്ങൾ റെസിസ്റ്ററിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങളിപ്പോ ഒരു സർക്യൂട്ട് വരയ്ക്കുകയാണ്. സർക്യൂട്ട് വരയ്ക്കുമ്പോൾ അതിനകത്ത് റെസിസ്റ്റൻസ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പൊ ഇവിടെ ഒരു വോൾട്ടേജ് സപ്ലൈ ഉണ്ട്, കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നു. ഇതാണ് നിങ്ങളുടെ റെസിസ്റ്റർ. ക്ലിയർ അല്ലേ? ശരി, അപ്പൊ ഇതാണ് അതിന്റെ സിമ്പൽ കേട്ടോ. നമ്മൾ റെസിസ്റ്റർ എങ്ങനെയാണ് കാണാനുണ്ടാവുക എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണിതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് റെസിസ്റ്റർ ഉണ്ടാവുക. നമുക്ക് ഈ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ഒന്ന് എഴുതിയാലോ? നോക്കിക്കേ, ഇതിന്റെ കളേഴ്സ് എവിഡന്റ് ആണ്. ഗ്രീൻ ആണ് ആദ്യം, പിന്നെ ബ്ലൂ ആണ്, പിന്നെ ഓറഞ്ച് ആണ്, അല്ലെ? പിന്നെ അത് ഗോൾഡ് ആണ് കേട്ടോടാ. കളർ നിങ്ങൾക്ക് അത്ര ക്ലിയർ അല്ലെങ്കിൽ അത് ഗോൾഡ് ആണ്. ശരി, ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ആണ് നമുക്ക് എഴുതേണ്ടത്. പറഞ്ഞേ, ഞാൻ പറയട്ടെ. ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ഏതാടാ? 0 അല്ലേ? ബ്രൗൺ വന്നിട്ട് 1. ശരി, റെഡ് 2, ഓറഞ്ച് ആണ് പിന്നെ വരുന്നത് 3, യെല്ലോ ഉണ്ട് 4, ഗ്രീൻ 5. ഗ്രീന് കിട്ടി അല്ലേ? നമുക്ക് ഗ്രീൻ ആയിരുന്നു ഫസ്റ്റ് വേണ്ടിയിരുന്നത്. അപ്പം ഫസ്റ്റ് ഡിജിറ്റ് ഫസ്റ്റ് നമ്മൾ എങ്ങനെ എഴുതുക? ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത്. ഫസ്റ്റ് 5 എന്ന് എഴുതുക. ശേഷം വരുന്നത് ബ്ലൂ ആണ്, അടുത്തത് ബ്ലൂ ആണ്, ഗ്രീൻ ബ്ലൂ. അപ്പൊ എന്താണ്? 6 ആയില്ലേ? അപ്പം 56. ക്ലിയർ അല്ലേ? ഇൻറ്റു അടുത്ത മൾട്ടിപ്ലൈ നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്തത്? ഓറഞ്ച് ആണ്. ഓറഞ്ചിൽ എത്രയാണ് വരുന്നത്? 10⁻³ അല്ലേ? ഇൻറ്റു 10⁻³ അല്ലേ? ഓറഞ്ച് 3 അല്ലേ? അപ്പൊ നമ്മൾ എഴുതുക 10⁻³ എന്നാണ്. അങ്ങനെയാണ് നമ്മൾ വാല്യൂ എഴുതുക. +or- ടോളറൻസ് നിങ്ങൾ എങ്ങനെ എഴുതുക? ഗോൾഡ് കളർ ആണ്, 5% ആണ് അല്ലേ? 5%. 56 × 10⁻³ +or- 5%. റൈറ്റ്.
ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ റെസിസ്റ്റൻസ് വാല്യൂ എഴുതുക. റൈറ്റ്. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഇത് നിങ്ങൾ നിങ്ങളുടെ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. അപ്പം ഞാൻ അത് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഫാസ്റ്റിൽ നമുക്ക് കവർ ചെയ്ത് പോകേണ്ട കാര്യമാണ് കേട്ടോ. സീരീസ് കോമ്പിനേഷൻ ആണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇവിടെ ഒരു വോൾട്ടേജ് സപ്ലൈ കൊടുത്തു, കറണ്ട് ഇതാ, നമുക്ക് വേറെ കളർ എടുക്കാം അല്ലെ. കറണ്ട് ഇതാ ഇതിലൂടെ പാസ് ചെയ്യും. ഇതിലൂടെ പാസ് ചെയ്തിട്ട് ഇതാ ഇവിടെ ഒരു സൈൻ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെയല്ല കേട്ടോ സൈൻ വരിക. ഇവിടെ കറക്റ്റ് ആണ്. ശരി, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും, ഇങ്ങനെ പാസ് ചെയ്യും. അപ്പൊ എല്ലാത്തിലൂടെയും ഈ റെസിസ്റ്റൻസിലൂടെയും എല്ലാം ഐ ആണ് അല്ലെ. എല്ലാ റെസിസ്റ്റൻസിലൂടെയും പാസ് ചെയ്യുന്നത് ഐ തന്നെ അല്ലേടാ. എല്ലാ റെസിസ്റ്റൻസിലൂടെയും പാസ് ചെയ്യുന്നത് സെയിം കറണ്ട് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആൻഡ് ഇവിടെ ഓരോത്തിലെയും R1, R2, R3 ഒക്കെ വേറെ വേറെയാണ്. അതുകൊണ്ട് തന്നെ V1, V2, V3 എല്ലാത്തിലെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വേറെ വേറെ ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സീരീസ് കോമ്പിനേഷൻ ആണ്. സീരീസ് കോമ്പിനേഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന്റെ ഉള്ളിൽ എഴുതട്ടെ, സെയിം കറണ്ട് ആയിരിക്കും എല്ലാ റെസിസ്റ്റൻസിലൂടെയും പാസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ തന്നെയാണ്, വളരെ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ ആണ്, ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പോവാം. എന്താണ് R സീരീസ് എന്ന് പറയുന്നത്? ടോട്ടൽ ഒന്നുമില്ല, ഇവിടെ 3 സീരീസ് ആണുള്ളത്. സോ R1 + R2 + R3 അങ്ങനെയാണ് ഇതിന്റെ ഫൈനൽ ആൻസർ വരിക. ക്ലിയർ അല്ലേ? ശരി, അടുത്ത നമുക്ക് പാരലൽ നോക്കാം. റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതാ R1 ആണ് ഈ മേലെ ഉള്ളത്, ഇത് R2 ആണ്. ഓക്കെ, ഇത് R1 ആണ്, ഇത് R2 ആണ്, ഇത് R3 ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊരു ഐ കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഇവിടെ ഒരു ഐ കറണ്ട് പോകുന്നുണ്ട്. ഇവിടെ എത്തുമ്പം ഈ പോയിന്റിലെത്തും, ഈ ജംഗ്ഷനിലെത്തുമ്പം പക്ഷെ ഇത് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അല്ലെ. ഇങ്ങോട്ടേക്ക്, ഇവിടേക്ക് 3 ആയിട്ട് അത് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, R1, R2, R3യിലേക്ക്. പക്ഷെ എല്ലാത്തിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. പാരലൽ ആയ കേസിൽ എല്ലാത്തിലെയും പൊട്ടൻഷ്യൽസ് സെയിം ആയിരിക്കും. ഇവിടെ കൊടുത്ത നമ്മൾ ഈ പൊട്ടൻഷ്യൽ വോൾട്ട് മീറ്റർ ഇവിടെ നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത് ഈ 3 റെസിസ്റ്റൻസിലേക്കും സെയിം ആയിരിക്കും, V ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും വോൾട്ടേജ് ഇവിടെ സെയിം ആണ്. വോൾട്ടേജ് എന്താണ്? സെയിം. ഏത് 3 റെസിസ്റ്റൻസിലേക്കും. അപ്പൊ ഇവിടെ നിങ്ങളുടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒന്ന് എഴുതിക്കേടാ. കളർ മാറ്റാം. റൈറ്റ്, റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താ എഴുതുക? 1/R എഫക്റ്റീവ് എന്നുള്ളത് R പാരലലിന്റെ കേസിലാണ് 1/R1 + 1/R2 + 1/R3. ഇങ്ങനെയാണ് നിങ്ങളുടെ പാരലൽ കേസ് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ കപ്പാസിറ്റേഴ്സ് നമ്മൾ ഇതിനു മുന്നേ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിലെന്താണ്, നേരെ ഓപ്പോസിറ്റ് ആണ് ഇക്വേഷൻ വരുന്നത്. ഈ ഇക്വേഷൻ വരുന്നത് സീരീസിലാണ്. നമ്മൾ സീരീസിൽ ഇപ്പൊ പഠിച്ച ഇക്വേഷൻ പാരലൽ കേസിലാണ് വരുന്നത്. ഓൾറൈറ്റ്, ശരി, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇത് നിങ്ങൾ 10th പഠിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ അത്ര സ്പീഡിൽ എടുത്തു പോയത് കേട്ടോ. ശരി, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിലൊരു ഓക്കെ 2 ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. ഓക്കെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് അക്രോസ് AB. എഫക്റ്റീവ് റെസിസ്റ്റൻസ് അക്രോസ് AB ഞാൻ എടുക്കട്ടെ. ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അക്രോസ് AB. അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഓക്കെ, റൈറ്റ്. ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അക്രോസ് AB ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. റൈറ്റ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് ആദ്യം ഇത് സോൾവ് ചെയ്യാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ AB അല്ലേ, ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു ഈ പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അക്രോസ് AB ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ A എന്നാണ് നമ്മളുടെ കറണ്ട് സപ്ലൈ വരുന്നത് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടേക്കും സ്പ്ലിറ്റ് ആവുന്നുണ്ട് നമ്മളുടെ കറണ്ട് I. ഇവിടേക്കും സ്പ്ലിറ്റ് ആവുന്നുണ്ട് അല്ലെ, I1 and I2. I എന്നുള്ളത് I1 + I2 ആയിട്ട് 2 സ്ഥലത്തേക്ക് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലൂടെ പോയിട്ട് ആ കറണ്ട് ഇതാ ഇങ്ങനെ വരും അല്ലെ. പക്ഷെ ഇവിടെ ഒരു സ്പ്ലിറ്റ് ആവുന്നില്ല. ഈ ജംഗ്ഷൻ അത് ഇങ്ങനെ, അതായത് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇത് ഇങ്ങനെ വരികയാണ്, അവിടെ സ്പ്ലിറ്റ് ആയിട്ടില്ല. അപ്പൊ ഇതിൽ രണ്ടിലെയും കറണ്ട് സെയിം ആണ്. അപ്പൊ കറണ്ട് സെയിം ആണെങ്കിൽ ആ കോമ്പിനേഷന്റെ പേരൊന്ന് പറഞ്ഞേ നിങ്ങൾ. ഞാൻ പറഞ്ഞേ, അത് സീരീസ് കോമ്പിനേഷനിലാണ്. ശരി, അപ്പൊ നമുക്ക് സീരീസ് കോമ്പിനേഷനിലാണ് ഇതും
ഇതൊന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടെ സീരീസ് കോമ്പിനേഷൻ RS എന്ന് ഞാൻ കൊടുക്കാം. എന്തായിട്ട് നമുക്ക് എഴുതാം? 1 + 2 1 + 2 3 ohm ആണ് ആൻസർ അല്ലെ. നെക്സ്റ്റ് അപ്പൊ ഇതെന്തായി? ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ വേണമെങ്കിൽ, മാറ്റി വരയ്ക്കുകയാണെങ്കിൽ നമുക്കത് എങ്ങനെ എഴുതാന്നറിയോ? അപ്പം എയും ബിയും ഇവിടെ തന്നെ, ഇവിടെ ഒരു 1.5 ohm ഉണ്ട്, റൈറ്റ്. ഇവിടെ ഉള്ളത് നമുക്ക് എന്തായി? ശരി, ഇവിടെയുള്ളത് നമുക്ക് എന്തായി? ഇതാ ഇങ്ങനെ വരയ്ക്കാം. എന്താണ്? ഈ ഫൈനൽ ആൻസർ 3 ohm ഇല്ലടാ, ഈ 3 ohm ആണിത്. അപ്പൊ ഇതും ഇപ്പൊ പാരലലായി. നിങ്ങൾ കാണുന്നില്ലേ? ഇതും ഇപ്പൊ പാരലലായി. നിങ്ങൾ ആ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്നുമില്ല, ഈ ഫിഗറിൽ ഞാൻ അങ്ങോട്ട് മാറ്റി വരച്ചതാണ്. ഇപ്പൊ ഇതാണ് കേസ്. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തു, 1 ohm 2 ohm കൂടെ നമ്മൾ ആഡ് ചെയ്തു, ബിക്കോസ് അതിലൂടെ പാസ് ചെയ്യുന്നത് സെയിം കറണ്ട് ആയതുകൊണ്ട്. പക്ഷെ ഈ 1.5 ohമിലൂടെയും ഈ മൊത്തം, ഈ ടെർമിനൽ മൊത്തം ഈ 1 ohm 2 ohമിലൂടെയും പാസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് 3 ohm ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ പാസ് ചെയ്യുന്ന ഡിഫറെന്റ് കറണ്ടാണ്. അപ്പൊ ഡിഫറെന്റ് കറണ്ട് ആണെങ്കിൽ അവിടെ എന്താണ്? ഡിഫറെന്റ് കറണ്ട് ആണെങ്കിൽ അവിടെ സെയിം വോൾട്ടേജ് ആയിരിക്കും. സെയിം വോൾട്ടേജ് ആണെങ്കിൽ അത് പാരലൽ കോമ്പിനേഷനിലാണ്. സോ 1/R എഫക്റ്റീവ് എന്താണ് വരിക? 1/1.5 അല്ലല്ലത് 1.5 + 1/3. ക്ലിയർ അല്ലേ? 3/2 അല്ലേ 1.5 എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് മാറ്റി എഴുതിക്കേ, നമുക്ക് വേഗം സോൾവ് ചെയ്യാമെന്നാല്. അപ്പൊ അത് 2/3 ആയി, പ്ലസ് 1/3 ആയി, അപ്പൊ അത് 3/3 ആയി, അപ്പൊ അത് 1 ആയി. അപ്പൊ 1/R എഫക്റ്റീവ് ആണ് 1. അപ്പൊ R എഫക്റ്റീവ് എന്താടാ? ഈ കേസിൽ എളുപ്പമായി 1 തന്നെയാണ് കേട്ടോ. ഈ കേസിൽ 1 തന്നെയാണ്. അപ്പം 1 ohm ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അക്രോസ് AB ഫിഗർ 1ല്. ഫിഗർ 1ല് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അക്രോസ് AB എന്താണ്? 1 ohm തന്നെയാണ് കേട്ടോ. ഈ കേസിൽ ഇതും ഇത് രണ്ടും സീരീസിലാണുള്ളത്. ഓക്കെ, ആൻഡ് ഇത് പാരലൽ ആയിട്ടാണുള്ളത്. അത് രണ്ടും കൂടെ, അപ്പൊ രണ്ടും കൂടെ നമ്മൾ വേഗം ആഡ് ചെയ്തു, 3 ohm ആയിട്ട് എടുത്തു. ഒരു സമ്മ് പോലെ. അതാണ് എളുപ്പം. ശരി, ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അക്രോസ് AB തന്നെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തപ്പോൾ അതും കൂടെ പോയിട്ടുണ്ട്. അക്രോസ് ABന്റെ റെസിസ്റ്റൻസ് തന്നെയാണ് നിങ്ങൾക്ക് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെയാണ് കൊടുക്കുന്നത് അല്ലേ? ശരി, നിങ്ങളടുത്ത് എന്തായാലും എക്സാമിനും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ പറഞ്ഞിട്ടുണ്ടാവുക. ABന് അവിടെ നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് ഒരു കോമ്പിനേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, നമ്മളുടെ ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബേസിക് സർക്യൂട്ട്സ് ആണ് ഇത് രണ്ടും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ അക്രോസ് ഏതെങ്കിലും ഒരു 2 വാല്യൂ എന്ന് തന്നിട്ടുണ്ടാവും, അക്രോസ് BC, അക്രോസ് CD, അല്ലെങ്കിൽ അക്രോസ് ഇത് അത് തരും നിങ്ങൾക്ക്. അപ്പൊ അവിടുത്തെ ആയിരിക്കും കാണുന്നത്. അപ്പൊ അതിനെ അവിടെ ആയിരിക്കണം നിങ്ങൾ ഇങ്ങനെ 2 വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ A എന്നുള്ള പോയിന്റിൽ നമ്മൾ കറണ്ട് സ്റ്റാർട്ട് ചെയ്യാണ് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഏതാ നോക്കിയടാ? A എന്നുള്ള പോയിന്റിൽ I1 I2 അല്ലെ, I കറണ്ട് ആണ് നിങ്ങൾ കൊടുത്തെങ്കിൽ അത് I1 + I2 + I3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ I1ല്, പക്ഷെ ഈ I1 കറണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടോ? ഇല്ല, അതിങ്ങനെ കേർവ് ചെയ്ത് ഇങ്ങോട്ട് പോയി, ഇങ്ങനെ പോയിന്നേ ഉള്ളൂ, അല്ലാണ്ട് അത് സ്പ്ലിറ്റ് ആയി പോയിട്ടില്ല. ക്ലിയർ അല്ലേ? അത് സ്പ്ലിറ്റ് ആയി പോയിട്ടില്ല, അത് ഇങ്ങനെ പോയത് ഇങ്ങനെ പോയി, അത്രേ ഉള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടും സെയിം കറണ്ട് ആണ്. 3 ohമിലും 2 ohമിലും സെയിം കറണ്ട് ആണ്. സെയിം കറണ്ട് ആണെങ്കിൽ സീരീസ് കോമ്പിനേഷൻ. അപ്പൊ RS വേഗം കാൽക്കുലേറ്റ് ചെയ്തോ. 3 + 2 എത്രയാടാ? 5 ohm അല്ലേ? ശരി, അത് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ I3 തന്നെയാണ് ഇങ്ങനെ കേർവ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെയും 3 + 2, അപ്പൊ ഇവിടെ ഒരു RS ഉണ്ട്, അതും 5 ohm തന്നെയാണ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പൊ ഇതിലൂടെ പാസ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ആയിട്ട് 5 ohm, 3 + 2, ഇതിലൂടെ പാസ് ചെയ്തിരിക്കുന്നത് കോമൺ ആയിട്ട് ഒരു 5 ohm ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലൂടെ പാസ് ചെയ്ത കറണ്ടും കോമൺ ആണ്, 3ലൂടെയും 2ലൂടെയും പാസ് ചെയ്ത കറണ്ട് കോമൺ ആണ്, അത് 5 ohm ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ I1 I2 I3 3 കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? പാരലൽ കോമ്പിനേഷൻ അല്ലേ? അപ്പൊ ഇത് മൊത്തം ഈ 3 ohമും 2 ohമും കൂടെ, ഈ 3 ohമും 2 ohമും കൂടെ, ഈ 1 ohമും കൂടെ എന്തിലാണ് ഇപ്പോൾ ഉള്ളത്? പാരലൽ കണ്ടീഷനുള്ളത്. ഞാൻ ആ ഫിഗർ ഒന്ന് മാറ്റി വരച്ചുതരാം, കുറച്ചും കൂടെ മനസ്സിലാവും. ഈ ഫിഗർ നമുക്ക് മാറ്റി വരയ്ക്കാം. ഇത് AB തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക്
ഡയഗ്രത്തിന്റെ രീതി മാറിയിട്ട് കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഇത് 1 ohm ആണ്. ഇപ്പൊ ഉള്ളത് ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇതാ ഇത് 5 ohm ആണ്. ഇതും 5 ohm ആണ്. ഇത് ഓം ആണ് കേട്ടോ. ശരി, ഓക്കെ, ഇത് 5 ohm ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും പാരലൽ ആണ് ഇപ്പോൾ. അപ്പൊ 1/R എഫക്റ്റീവ് എന്ന് പറഞ്ഞേ 1/5 പ്ലസ് 1/5 പ്ലസ് 1 അല്ലേ? അപ്പൊ നമുക്കിവിടെ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ എടുക്കണമെങ്കിൽ ഇവിടെ ഒരു ഇൻറ്റു 5 കൂടെ ചെയ്യണം. അപ്പൊ അതെന്തായി 7/5 ആയി. 1/R എഫക്റ്റീവ്. അപ്പൊ R എഫക്റ്റീവ് എന്തായി 1/R എഫക്റ്റീവ് ആണ് 7/5. അപ്പൊ R എഫക്റ്റീവ് എന്തായി 5/7 ആയി. റൈറ്റ്, ക്ലിയർ അല്ലേ? അപ്പൊ രണ്ട് ബേസിക് സാധനങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇറ്റ് വിൽ ഹെൽപ്പ്. അതായത് നിങ്ങളിപ്പം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇത് പറഞ്ഞു തന്ന സ്ഥിതിക്ക് എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും നമ്മൾ. ഓക്കെ, റൈറ്റ്, നിങ്ങളും ചെയ്യും എൻ്റെ കൂടെ അല്ലേ? റെസിസ്റ്റിവിറ്റിന്റെ ഒരു ബേസിക് നോട്ടാണ്. അപ്പൊ അതെന്താന്നൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലെ? റെസിസ്റ്റിവിറ്റി എന്താടാ? റെസിസ്റ്റൻസ് തന്നെയാണ് ഫോർ യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇതൊരു നോട്ട് പോലെ നിങ്ങൾ NCERTന്റെ അകത്തുള്ള കണ്ടന്റ് ആണ്. അതാണ് ഞാൻ ഇവിടേക്ക് എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. മെറ്റൽസ് ഹാവ് ലോ റെസിസ്റ്റിവിറ്റീസ് ഇൻ ദ റേഞ്ച് ഓഫ് 10⁻⁻8 ആണ്. 10⁻⁻8 ആണ് കേട്ടോ. അതാ ഇത് 10⁻⁻8 to 10⁻⁻6 ആണ്. ഓക്കെ, 10⁻⁻8 മുതൽ 10⁻⁻6 ആണ്. അതുപോലെ ഇവിടെ ഒരു 10⁻18 ആണ്. അതെന്താ ഇങ്ങനെ വന്നതെന്ന് അറിയില്ല. 10⁻18 ആണ്. ശരി, നമുക്ക് നോക്കാം, വായിക്കാം. മെറ്റൽസ് ഹാവ് ലോ റെസിസ്റ്റിവിറ്റീസ് ഇൻ ദ റേഞ്ച് ഓഫ് 10⁻⁻8 to 10⁻⁻6. ഓക്കെ, ഇത് മെറ്റൽസിന്റെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? മെറ്റൽസിന് ഈ ഒരു റേഞ്ചിലാണ് വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂഷ്വലി മെറ്റൽസ് ഈ ഒരു റേഞ്ചിലാണ് ഉണ്ടാവുക റെസിസ്റ്റിവിറ്റിയിൽ. അറ്റ് ദി അതർ എൻഡ് ആർ ഇൻസുലേറ്റേഴ്സ് ലൈക്ക് സെറാമിക്, റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക്സ് ഹാവിംഗ് റെസിസ്റ്റിവിറ്റീസ് 10⁻18. ശരി, പ്ലാസ്റ്റിക്, റബ്ബർ, സെറാമിക്കിന്റെ വാല്യൂ നിങ്ങളടുത്ത് ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ അത് 10⁻18 റേഞ്ചിലാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ടൈംസ് ഗ്രേറ്റർ ദാൻ മെറ്റൽസ് ഓർ മോർ. ഓക്കെ, മെറ്റൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയും ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ ദ ടു അതർ സെമി കണ്ടക്ടേഴ്സ് അല്ലെ? കാരണം മെറ്റൽസ് കണ്ടക്ടേഴ്സ് ആണ്, അതുപോലെ ഇൻസുലേറ്ററിന്റെ കേസുമാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് സെമി കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്. ദീസ് ഹവർ ഹാവ് റെസിസ്റ്റിവിറ്റീസ് ക്യാരക്ടറിസ്റ്റിക്കലി ഡിക്രീസിംഗ് വിത്ത് ദ റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി characteristically decreases with a rise in temperature. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ആവുന്നു എന്നാണ് പറയുന്നത് അല്ലെ? ശരി, the resistitivities of semiconductors can be decreased by adding small amount of suitable impurities. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സെമികണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി കുറയ്ക്കണമെങ്കിൽ അല്ലെ, നമുക്ക് ജസ്റ്റ് suitable amount of impurities ആഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. This last feature is exploited in use of semiconductors for electronic devices. ഈ ഒരു ഫീച്ചർ, ഇത് സെമികണ്ടക്ടറിന്റെ ഒരു ഫീച്ചർ ആണ്. ദാറ്റ് നിങ്ങൾക്ക് അതിന്റെ റെസിസ്റ്റിവിറ്റി കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ അതിലേക്ക് ജസ്റ്റ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളത്. പക്ഷെ അത് പല ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടാക്കാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ശരി, അപ്പൊ റെസിസ്റ്റിവിറ്റി എന്താന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഇക്വേഷൻ ഒക്കെ വന്നിട്ട് എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ which has got unit length and unit cross sectional area. Right. Temperature dependence of resistivity. റൈറ്റ്, അതാണ് നിങ്ങളെ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. എടാ, നമ്മൾ നേരത്തെ റെസിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? mL/NE²A എന്നുള്ളത്. അപ്പൊ ഇതിൽ നമ്മളെ റെസിസ്റ്റിവിറ്റി ആണ് നമുക്ക് ഇവിടെ വേണ്ടത് അല്ലെ? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ρL/A അല്ലേ? സോറി ρA/L അല്ലേ? R റോ ഇസ് ഈക്വൽ ടു RA/L ആണ് അല്ലെ? അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എയും
എല്ലും ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് മാറ്റാം. ഈ ഇക്വേഷൻ അപ്പം RA/L ഒന്നുമില്ല, ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, എല്ലിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പൊ എമ്മിന്റെ എന്തായി RA/L എന്ന് പറയുന്നത് M/N/E². ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്, നമ്മൾ നേരത്തെ ചെയ്തു വെച്ച സാധനമാണ്. അതാണ് നിങ്ങളുടെ റോയിന്റെ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാവും. എടാ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ, നിങ്ങളിപ്പോൾ ഈ കൊളീഷന്റെ തന്നെ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണല്ലോ നമ്മൾ പറയുന്നത്, അപ്പൊ നമ്മളത് പറയണ്ടേ. അപ്പൊ ടെമ്പറേച്ചർ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ VRMS ഇല്ലേ, അതായത് വെലോസിറ്റി, ആ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി ഇല്ലേ, അത് കൂടുതലായിരിക്കും. ഭയങ്കര ടെമ്പറേച്ചറിൽ VRMS കൂടും. അപ്പൊ VRMS കൂടും. ഈ VRMS കൂടിയാൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ടോ കുറയും, റിലാക്സേഷൻ ടൈം. അതായത് നിങ്ങളിപ്പോ ഇതൊരു ഇലക്ട്രോൺ പോസിറ്റീവ്, ഓക്കെ, ഈ ഇലക്ട്രോൺ ഇവിടെ പോയി ഇടിച്ചു, അത് കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ അത് സ്പീഡ് കൂട്ടുകയാണ് നമ്മൾ. ഈ ഇലക്ട്രോൺ ഒരു സ്ഥലത്ത് പോയി ഇടിച്ച് അതിന്റെ അടുത്തേക്ക് ഇടിക്കാനുള്ള സ്പീഡ് നമ്മൾ കൂട്ടി. ടെമ്പറേച്ചർ കൂടിയപ്പോൾ സ്പീഡ് കൂടിയെങ്കിൽ രണ്ട് കൊളീഷൻ തമ്മിലുള്ള ടൈമാണ് ആവറേജ് ടൈമാണ് ഈ ടോ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്, ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. അതപ്പോൾ എന്ത് ചെയ്യും? കുറയും. കാരണം പെട്ടെന്ന് പോയി ഇടിച്ചു. അപ്പൊ ആ റിലാക്സേഷൻ ടൈം, രണ്ട് കൊളീഷൻ നടക്കുന്നതിന് ഇടയ്ക്കുള്ള ടൈം എന്ത് ചെയ്തു? കുറഞ്ഞു, കാരണം സ്പീഡ് കൂടി. ഓക്കെ, അപ്പൊ ആ ടോ എന്താ സംഭവിക്കുന്നത്? നമുക്കിത് വായിക്കാം. ടോക്ക് എന്താ സംഭവിക്കുന്നത്? ടോ എന്ത് ചെയ്തു? കുറഞ്ഞു. എടാ നിങ്ങളുടെ ഈ റിലേഷൻ ഒന്ന് നോക്കിക്കേ. ഈ റിലേഷൻ റോയും ടോയുമായിട്ടുള്ള റിലേഷൻ എന്താ? റോ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോ, അല്ലെ? റോ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോ. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും റോ കൂടും എന്നുള്ളത്. അപ്പൊ റോ കൂടും എന്നുള്ള മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി ആണ് പറഞ്ഞത്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനെ പറയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ റോ കൂടി. അതിന്റെ ഒരു വന്ന വഴി ഞാൻ കൃത്യമായി പറഞ്ഞു. ടെമ്പറേച്ചർ കൂടിയാൽ നിങ്ങൾ ആ വെലോസിറ്റിന്റെ സ്പീഡ് കൂടും. സ്പീഡ് കൂടിയാൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള രണ്ട് കൊളീഷന്റെ ഇടയ്ക്കുള്ള ടൈം കുറയും. ടൈം കുറഞ്ഞാൽ, അതായത് റിലാക്സേഷൻ ടൈം ടോ, ആ ടോ കുറഞ്ഞാൽ അത് നമ്മളുടെ റിലേഷൻ പ്രകാരം, റോയും ടോയുമായുള്ള റിലേഷൻ പ്രകാരം M/N/E² ടോ, ആ റിലേഷൻ പ്രകാരം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ ടോ കുറഞ്ഞാൽ റോ കൂടും. ക്ലിയർ അല്ലേ? ശരി, ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. നിങ്ങളൊരു കണ്ടക്ടർ ഇമാജിൻ ചെയ്യുക. എന്താണ് റിലേഷൻ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലായി അല്ലേ? നമുക്കൊന്ന് വായിക്കാം. ക്ലിയർ കൊടുക്കാം അല്ലെ? എന്നാല് ഇപ്പൊ ടെമ്പറേച്ചർ കൂടിയാൽ റോ കൂടുന്നു എന്നുള്ളൊരു കൺക്ലൂഷൻ നിങ്ങൾ എത്തി. നമുക്ക് നോക്കാം. നിങ്ങളൊരു കണ്ടക്ടർ ഇമാജിൻ ചെയ്യുക. കൺസിഡർ കണ്ടക്ടർ. ആ കണ്ടക്ടറിന് റോ സീറോ ആണ് ഹാവിങ് വിത്ത് റോ സീറോ. അതിന്റെ റെസിസ്റ്റിവിറ്റി റോ സീറോ ആണെന്ന് വിചാരിക്കുക. കൺസിഡർ കണ്ടക്ടർ വിത്ത് അവിടെ പോയി കൺസിഡർ കണ്ടക്ടർ വിത്ത് റെസിസ്റ്റിവിറ്റി, അങ്ങനെ എഴുതുന്നില്ല ഞാൻ, വിത്ത് റെസിസ്റ്റിവിറ്റി ആണ്. അതായത് റെസിസ്റ്റിവിറ്റി റോ സീറോ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിൽ ആൻഡ് റോ ടി ആണ് അതിന്റെ റെസിസ്റ്റിവിറ്റി. പിന്നെ ഇവിടെ എഴുതല്ലേ, റെസിസ്റ്റിവിറ്റി അറ്റ് T ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും T ഡിഗ്രി ടെമ്പറേച്ചർ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അപ്പൊ T ഡിഗ്രി സെൽഷ്യസ് ആയി, അതായത് 0-ൽ നിന്നും T ഡിഗ്രി സെൽഷ്യസ് ആയപ്പോ T ഒരു ഹയർ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ റോ സീറോ റോ ടി ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡെൽറ്റ റോ എന്ന് പറഞ്ഞേ നിങ്ങൾ, ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി എന്താടാ? റോ ടി മൈനസ് റോ സീറോ അല്ലേ? ഇതാണ് അവിടുത്തെ റോ, ഡെൽറ്റ റോ. ഇത് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത്, നമുക്ക് ഈ റോയ്ക്ക് ഒരു റിലേഷൻ ഉണ്ട്, ഡെൽറ്റ റോയ്ക്ക് ഒരു റിലേഷൻ ഉണ്ട്. ഡെൽറ്റ റോ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ സീറോ ആയിരിക്കും. ഓക്കെ, ഇനീഷ്യൽ റെസിസ്റ്റിവിറ്റി ആണത്. ഡെൽറ്റ റോ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടിയും ആയിരിക്കും. മനസ്സിലായില്ലേ? ഡെൽറ്റ റോ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ സീറോ, ഡെൽറ്റ ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി, ഡെൽറ്റ റോ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ റോനെ നമുക്ക് എങ്ങനെ, നോട്ട് ഈക്വൽ ടു വേണം, പക്ഷെ അത് ഇടാനായിട്ടില്ല.
ശരി, അപ്പൊ ഡെൽറ്റ ടി is directly proportional to rho 0യും ഡെൽറ്റ ടിയും രണ്ടിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം. എങ്ങനെയാ മാറ്റുക? ഡെൽറ്റ റോ ഇസ് ഈക്വൽ ടു ആൽഫ, ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവരാണ് അവിടെ, റോ 0 ഡെൽറ്റ ടി എന്നുള്ളത്. ഇനി എന്താണ് ഈ ആൽഫ? അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവന്നതാണ് ആൽഫ. എന്താണ് ആൽഫ എന്ന് വെച്ചാൽ ആൽഫയ്ക്ക് ഒരു ടേം ഉണ്ട്, അത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ടെമ്പറേച്ചർ, അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതിന്റെ ആവശ്യമുണ്ട് ഇവിടെ നമുക്ക്. ശരി, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ആൽഫ എന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ അല്ലേ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് എഴുതിക്കോളൂ കേട്ടോ. ശരി, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഡെൽറ്റ റോന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ. നമുക്ക് ഈ വാല്യൂ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് റിലേഷൻ കിട്ടാനാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് റിലേഷൻ കിട്ടാനാണ് നമ്മൾ നോക്കുന്നത്. ശരി, ഇതൊക്കെ നമ്മളുടെ കൺസിഡർ സ്റ്റാർട്ടിങ് കേസസ് ആണ്. നമുക്ക് ഇവിടെ എഴുതാം. നമുക്ക് നോക്കാം. നമ്മൾ ആ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഡെൽറ്റ റോന്റെ ഇക്വേഷൻ, ഇത് ഇക്വേഷൻ 2 എന്ന് പറഞ്ഞു കൊടുത്തോളൂ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ റോന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിക്കുക, ആൽഫ റോ 0 ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു റോ ടി മൈനസ് റോ 0 അല്ലെ. നമുക്ക് വേണ്ടത് റിലേഷൻ ആണ് അല്ലെ, ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ. അങ്ങനെയാണെങ്കിൽ റോ ടീന് നമുക്ക് എങ്ങനെ എഴുതാം? റോ 0 പ്ലസ് ഈ ഇക്വേഷനെ റോ 0 പ്ലസ് ആൽഫ റോ 0 ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടിലും റോ 0 കോമൺ അല്ലേ? ശരി, പുറത്തെടുക്ക്. അപ്പൊ റോ ടി എന്ന് പറയുന്നത് റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ഇതായിരിക്കും നിങ്ങളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ മൂന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ റോ ടി എന്താണ്? ഇസ് ഈക്വൽ ടു റോ ടി ഇസ് ഈക്വൽ ടു റോ നോട്ട് ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഡെൽറ്റ റോ എന്ന് പറയുന്നത് റോ ടി മൈനസ് റോ 0 ആയി, സച്ച് ദാറ്റ് ഇത് നിങ്ങളുടെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റിവിറ്റി ആണ്, ഇത് നിങ്ങളുടെ ടി ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റിവിറ്റി ആണ്. അതുകൊണ്ടാണ് അങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡെൽറ്റ റോയ്ക്ക് ഡിപ്പെൻഡൻസ് ഉണ്ട്, റോ 0യിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഡെൽറ്റ റോ, ഡെൽറ്റ ടിയിലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഈ റിലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ ഈ ഡെൽറ്റ റോ കൂടും വെൻ നിങ്ങളുടെ ഇനീഷ്യൽ ഇത് കൂടുമ്പം, അതുപോലെ തന്നെ ഡെൽറ്റ ടി ഇതാ ഈ റിലേഷൻ ടെമ്പറേച്ചർ കൂടുമ്പം ഡെൽറ്റ റോ കൂടും, റോ കൂടും. ഓക്കെ, ശരി, ആ റിലേഷൻ നമ്മൾ ഇതിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആണിത്. ആ പ്രൊപ്പോർഷണാലിറ്റി സൈനെ നിങ്ങൾക്ക് മാറ്റണം, ഈക്വൽ ടു സൈൻ വന്നിട്ട്. അപ്പൊ അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വരും, അതാണ് ആൽഫ. അത് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് വിളിച്ചു, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ക്ലിയർ അല്ലേ? ശരി, എന്നിട്ട് നമ്മൾ ഈ ഡെൽറ്റ റോന്റെ ഇക്വേഷൻ നമ്മളുടെ ഈ ഇക്വേഷനിൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് റോട്ടിക്ക് ഒരു ഇക്വേഷൻ കിട്ടി, എന്താണ്? റോട്ടി ഈസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.